ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ കഴിവുകളും നന്മകളും ഉപയോഗിച്ച് ഉച്ചസ്വരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ അമ്മ നമ്മുടെ തൊട്ടടുത്ത് ഉണ്ണീശോയുമായി വന്നെത്തിക്കഴിഞ്ഞു. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഒരിക്കൽ കൂടി സ്വരമുയർത്തി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, വിശുദ്ധ അമ്മ ത്രേസ്യായേ, വിശുദ്ധ കൊച്ചു ത്രേസ്യായേ, വിശുദ്ധ യോഹന്നാൻ ക്രൂസേ, വിശുദ്ധ ചാവറ പിതാവേ, വിശുദ്ധ യോപ്രാസ്യാമേ, വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധന്മാരെ, വിശുദ്ധകളെ, സകല വിശുദ്ധന്മാരെ, സകല രക്തസാക്ഷികളെ, സകല വാഴ്ത്തപ്പെട്ടവരെ, സകല അപ്പസ്തോല ഗണമേ, ഈശോയുടെ നേരെ കരുന്നീട്ട് നല്ലൊരു സ്തുതി കൊടുക്കാവോ ഈശോയ്ക്ക്? എന്നാൽ അല്പം കൂടെ ശരിയാനുണ്ട്. നല്ല ഹൃദയത്തിൽ സ്നേഹിച്ച് ഒരു സ്തുതി കൊടുക്കാവോ ഈശോയ്ക്ക്? എൻ്റെ ദൈവമേ, ഇത്രയും നല്ല ആൾക്കാർ ആദ്യം ഇവിടെ വരുന്നത് തന്നെ. പരസ്പരം സ്തുതി കൊടുത്ത് പരസ്പരം ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് പതിവിലേറെ സന്തോഷമുണ്ട്, ആനന്ദമുണ്ട് അല്ലേ? ഇരിക്കുക, എല്ലാവരും ഇരിക്കുക. നിങ്ങൾക്ക് സുഖമാണോ? സന്തോഷമാണോ? സമാധാനമുണ്ടോ? സ്വസ്ഥതയുണ്ടോ? സംതൃപ്തിയുണ്ടോ? എല്ലാം ഉണ്ട്. ഇന്ന് കൺവെൻഷൻ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും എല്ലാം ലഭിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷം എനിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം ഇത് നമ്മുടെ നവംബർ മാസം. ഒത്തിരിയേറെ ആത്മാക്കൾ നമ്മുടെ നേരെ കൈ നീട്ടുന്നുണ്ട്. അതാരാ? ശുദ്ധീര ആത്മാക്കൾ. അവരെ നിങ്ങൾ പരിഗണനയിൽ എടുത്തിട്ടുണ്ടോ? കുർബാനയിൽ സമർപ്പിക്കുന്നുണ്ടോ? രക്ഷപ്പെട്ടു പോകുന്നുണ്ടോ? സ്വർഗത്തിൽ ഉണ്ടോ? രക്ഷപ്പെട്ടു പോകണം. നമ്മുടെ കുർബാനയിലും കൊച്ചു കൊച്ചു പ്രാർത്ഥനകളിലും ത്യാഗപ്രവൃത്തികളിലുമൊക്കെ ഈ ആത്മാക്കൾ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒത്തിരി വ്യക്തികൾ എന്നോട് പറയാണ്ട്, സിസ്റ്ററെ, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും സ്ഥലമുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്, സമ്പത്തുണ്ട്, ജോലിയുണ്ട്. അവരൊക്കെ എന്ത് ഭാഗ്യമുള്ളവരാ. ഇന്നലെയും ഞാൻ കേട്ടു, സമ്പത്തുണ്ട്, പിന്നെ സ്ഥലമുണ്ട്, സ്ഥലമില്ലാതെ വീട് പണിയാൻ പറ്റില്ല, സ്ഥലമുണ്ട്, ഭവനമുണ്ട്, ജോലിയുണ്ട്, മക്കളുണ്ട്, അവർക്കൊന്നും ഒരു കുറവുമില്ല. അവരെല്ലാം നല്ല ഭാഗ്യമുള്ളവർ. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചിക്കോ? ഇതൊന്നും എനിക്കില്ല. മക്കളില്ലേ? ഉണ്ട്. സ്ഥലമുണ്ടോ? അല്പം. വീടുണ്ടോ? 2 മുറി. ഇത്രയും ഉണ്ടോ? സമാധാനമുണ്ടോ? വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഭർത്താവ് മദ്യപിക്കുമോ? വലിയ പ്രശ്നമില്ല. എന്നാൽ പിന്നെ എന്നാ പ്രശ്നം അല്ലേ? അപ്പോൾ എല്ലാ കാര്യത്തിലും നല്ല സന്തോഷവും സമാധാനവും സ്വസ്ഥതയുണ്ടല്ലോ. അപ്പോൾ 2 നിലയിൽ താമസിക്കുന്ന AC റൂമുള്ളവരെക്കാൾ സ്വസ്ഥതയും സമാധാനവും ചേച്ചിക്കുണ്ടല്ലോ. ഇനി എന്തിനാ? എന്നെ ദൈവം അനുഗ്രഹിച്ചില്ല, ഞാൻ ഒരു ഭാഗ്യവാൻ അല്ല, ഞാനൊരു ഭാഗ്യവതിയല്ല. ഇതാണ് ചേച്ചി ആവർത്തിച്ച് പറയുന്നത്. നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ആണോ? നിങ്ങളെന്ത് പറയുന്നു? ഞാനൊരു ഭാഗ്യവതിയാണോ? ഞാനൊരു ഭാഗ്യവാനാണോ? സംശയമായി. ഇപ്പം ഇത്രയും നേരം നല്ല സന്തോഷത്തിലിരുന്ന ഈ ചോദ്യം വന്നപ്പോൾ നിങ്ങൾക്കും ആകെപ്പാടെ ഒരു കൺഫ്യൂഷനായിട്ടുണ്ട്. ഞാനൊരു ഭാഗ്യവാനാണോ? ഭാഗ്യവതിയാണോ? ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുവൻ ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആകുന്നത്? ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് വചനത്തിലേക്ക് നോക്കാം. വചനം, ദൈവവചനം എന്തു പറയുന്നുവോ അതനുസരിച്ചാണ് ഒരാൾ ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആയിത്തീരുന്നത്. നമുക്ക് സങ്കീർത്തനം 84 അതിൻ്റെ 4ഉം 5ഉം തിരുവചനങ്ങളൊന്ന് നോക്കാം. സങ്കീർത്തനം 84
4, 5 തിരുവചനങ്ങൾ. അവിടെ എന്താ വചനം പറയുന്നത്? എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യം. ഒന്നൊരു വലതുകരം ഉയർത്തി ഉച്ച സ്വരത്തിൽ പറഞ്ഞേ, ആ ഭാഗ്യം നമുക്കൊന്ന് തിരിച്ചു കിട്ടട്ടെ. സ്വരം ഉയർത്തി പറഞ്ഞേ, എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ആരാ ഭാഗ്യവാനും ഭാഗ്യവതിയും? ദൈവത്തിൻ്റെ ഭവനത്തിൽ വസിക്കുന്നവർ. അതാരാ? നമ്മൾ ഓരോരുത്തരും അല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ ഭവനത്തിലാണ്. എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഭവനമാണ്. എനിക്കൊരു ഭവനം ദൈവം തന്നിട്ടുണ്ട്. അത് ചെറുതോ വലുതോ അതിനകത്ത് നമ്മൾ നോട്ടമില്ല. അവിടെ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും പ്രാർത്ഥനയും അതുപോലെ തന്നെ പ്രമാണങ്ങളുടെ പാലനവും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ദൈവം വസിക്കുന്നുണ്ട്. ആ വസിക്കുന്ന ആ ഭവനം ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മുടെ ദേവാലയം ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ അവിടെ വിശുദ്ധമായി നമ്മൾ പരിശുദ്ധിയോടെ കണ്ട് നമ്മൾ ജോലി ചെയ്താൽ നമ്മുടെ ജീവന മാർഗത്തിലുള്ള ആ മേഖലകളെല്ലാം ദൈവത്തിൻ്റെ ഭവനമാണ്. ഞാൻ ആയിരിക്കുന്ന സ്ഥലം ഏത് തരത്തിലുള്ളതാണെങ്കിലും അതെനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ ദൈവത്തിൻ്റെ ഭവനമാക്കി മാറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണോ? അതെയോ? അതിൽ ഉച്ചസ്വരത്തിൽ പറഞ്ഞേ അതെയോ? അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറഞ്ഞത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. മാമോദീസായിലൂടെ ത്രിയേക ദൈവത്തെ എനിക്ക് എൻ്റെ ഉള്ളിൽ ലഭിച്ചിട്ടുണ്ട്. ആ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തിൽ ഞാൻ അനുഭവിച്ചാൽ അത് ദൈവത്തിൻ്റെ ഭവനമാണ്. ആ ഭവനത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിച്ചാൽ ഞാനൊരു ഭാഗ്യവാനും ഒരു ഭാഗ്യവതിയുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും എന്താ അവിടെ വചനം പറഞ്ഞത്? അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാൻ. ദൈവത്തിൽ ശക്തി കണ്ടെത്തിയവർ ആരാന്നാ പറഞ്ഞത്? ഭാഗ്യവാൻ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കാതെ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. എല്ലാ ദൈവമക്കളും ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ചിട്ടുള്ളവരാണ്. ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെ നമ്മൾ വിശുദ്ധരെന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഓരോ വരികൾക്കിടയിലും നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിൻ്റെ അമാനുഷികമായ ശക്തിയാണ്. ദൈവത്തിൻ്റെ അമാനുഷിക ശക്തിയാണ് ഓരോ വചനത്തിൻ്റെ വരിയിലടിയിലൂടെയും നിറഞ്ഞു നിൽക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമാനുഷിക ശക്തി നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പൂർവ്വപിതാക്കന്മാർ അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, നോഹ, അതുപോലെ തന്നെ മോശ, ജോഷുവ, പ്രവാചകന്മാർ, ന്യായാധിപന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ, മേജർ പ്രോഫറ്റ്സ് ആൻഡ് മൈനർ പ്രോഫറ്റ്സ്, പ്രവാചകന്മാർ. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ, അതോടൊപ്പം തന്നെ വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ ജീവിതത്തിൽ, സകല വിശുദ്ധരുടെയും ജീവിതത്തിൽ, സകല രക്തസാക്ഷികളുടെ ജീവിതത്തിൽ, സകല സ്വർഗീയ സൈന്യങ്ങളുടെ ജീവിതത്തിൽ, ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ജീവിച്ച് ഈ ലോകവുമായി ബന്ധപ്പെട്ട് ജീവിച്ച് സ്വർഗത്തിൽ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് സ്വർഗീയ അനുഗ്രഹം ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധരുടെ ജീവിതത്തിലും, അതുപോലെ നമ്മുടെ തലമുറയായി നമ്മുടെ പൂർവികരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവരെല്ലാവരും ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ചിട്ടുള്ളവരാണ്. നല്ലൊരു കയ്യടി കൊടുത്ത ഈശോയ്ക്ക്. ഈ ശക്തി പോലെ നല്ല അഭിഷേകത്തോടെ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമുക്കും എന്ത് പറയാൻ പറ്റും? ദൈവത്തിൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ശക്തി കണ്ടെത്തിയവരും ആരാണെന്നാണ് പറയുന്നത്? ഭാഗ്യവാന്മാർ. അപ്പോൾ ആ ഭാഗ്യവും ഭാഗ്യവതി ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? എനിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. ഇതൊന്നും നമുക്ക് നേരിട്ട് പറയാം. നമ്മുടെ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മുടെ മക്കളെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മുടെ ഇടവകയെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മുടെ കുടുംബത്തെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 27-ാം തിരുവചനം നമുക്കൊന്ന് എടുക്കാം. ജെറമ്യാ 32:27. അവിടെ എന്താണ് വചനം പറഞ്ഞത് നമുക്ക് നോക്കാം. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഈ വചനം ഒന്ന് പറയാമോ നമുക്ക്? ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ഉച്ചത്തിൽ ഈ വചനം എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ,
ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഇന്നലെ തന്നെ ഞാൻ ഉണ്ടായിരുന്ന സംഭവം പറയാം. അതായത് ഒരു 28 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ അല്പം മാനസിക രോഗത്തിന് മരുന്നൊക്കെ കഴിക്കുന്ന വീട് സ്ഥലമൊന്നും നിങ്ങളോട് പറയില്ല, മരുന്ന് പറഞ്ഞ, പക്ഷേ ഈ എൻ്റെ അനുഭവം സിസ്റ്റർ ഷെയർ ചെയ്തു. അപ്പം ഞാനത് ഓർക്കുക, പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ ഈ വചനം പറഞ്ഞപ്പോൾ ഓർത്ത് പോവുകയാണ്. ആ സഹോദരൻ പറഞ്ഞത്, ഞാനിപ്പം അതായത് 8 വർഷമായി ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ എനിക്ക് ഇന്നലത്തെ പോലെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. അയാൾ പറയാം, സഹോദരൻ പറയുമ്പോൾ ഇന്നത്തെ പോലെ, ഇന്നലെയാണ് വിളിച്ചത്, അപ്പോൾ അന്ന് ആ ദിവസത്തെ പറയുന്നത്, ഒരനുഭവം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ തുടങ്ങി എനിക്ക് കരയണമെന്ന് ചിന്ത. ഞാൻ കുത്തിയിരുന്ന് കരഞ്ഞു. അപ്പനും അമ്മയും ജോലിക്ക് പോയി, ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. പിന്നെ പ്രായം ചെന്ന് എൻ്റെ അപ്പാപ്പൻ, അത് വല്യപ്പൻ വീട്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ കരഞ്ഞെന്ന് കേട്ടോണ്ട് അച്ചാച്ചൻ വല്യപ്പൻ പയ്യെ കട്ടിലെ പിടിച്ച് വഴി കുത്തി എന്നോട് ചോദിച്ചു, മോനെ നീ എന്തിനാടാ കരയുന്ന, ഈശോ നിൻ്റെ കൂടെ ഇല്ലേ? അപ്പോൾ അപ്പാപ്പൻ അങ്ങനെയൊക്കെ പറയും. അപ്പാപ്പന് പ്രായം ഇത്രയും ഉള്ളതുകൊണ്ട് അപ്പാപ്പൻ അത്രയും പറയും. എനിക്ക് വയസ്സ് 28 ഉള്ളൂ, എൻ്റെ ഭാവി ജീവിതം ആര് നടത്തി തരും? അപ്പോൾ വേഗം ഈ വല്യപ്പൻ കൊണ്ടുണ്ട് 10-90 വയസ്സുള്ള ചേട്ടൻ അപ്പാപ്പൻ വേഗം ഫോൺ എടുത്ത് എൻ്റെ നമ്പർ വിളിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, സ്വരം കേൾക്കുമ്പോൾ നമുക്കറിയാം പ്രായം ചെന്നവിടെ ശബ്ദം വന്ന്. ഞാൻ ചോദിച്ചു, എന്താ അച്ചായി വിളിക്കുന്ന, എവിടുന്നാണ് വിളിക്കുന്ന? സ്ഥലമൊക്കെ പറഞ്ഞു, എൻ്റെ മകൻ ഇങ്ങനെ കരയുക സിസ്റ്റർ, ഒരു പ്രതിവിധി പറഞ്ഞു കൊടുക്കുക. അപ്പം ഞാൻ വേഗം പറഞ്ഞു, അമ്മവൻ്റെയിലോട്ട് ഫോൺ കൊടുത്ത്, എന്നിട്ട് അവനൊന്ന് കോൺടാക്ട് ചെയ്യാൻ. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്തു, നിന്നെ ഇത്രമാത്രം ഈശോ സ്നേഹിച്ചില്ലേ? അപ്പോൾ കുറേ ചരിത്രങ്ങൾ ഈശോയും കാണിച്ചു തന്നു. ഈ മകൻ്റെ കുറേ സംഭവങ്ങൾ, ഇവൻ രക്ഷപ്പെട്ടവരുടെ മേഖലകൾ, ആത്മഹത്യ ഒരുക്കിയിട്ടും ദൈവം മകനെ അരുതേ എന്നും പറഞ്ഞ് നിന്നെ കൂട്ടിക്കൊണ്ട് വന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ വീണ്ടും കരയാൻ തുടങ്ങി. എന്നെ ഈശോ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ ശക്തി എന്നെ ഇത്രമാത്രം എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ, നീ ഒരു കാര്യം ചെയ്യുക, എനിക്കിപ്പോൾ എനിക്കൊരു അരമണിക്കൂർ സമയം ഇപ്പോൾ ഞാൻ ഫ്രീയാണ്, നിനക്ക് വേണ്ടി ഞാൻ ഈ അരമണിക്കൂർ ചിലവഴിക്കും, നീ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു, വേഗം ഞാൻ മകനെ കൊണ്ട് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം എടുത്തു. ഞാൻ പബ്ലിക്കായിട്ട് ഇവിടെ ഇരുന്ന് അവൻ വായിച്ചു, ഞാനും വായിച്ചു, ഉറക്കെ ഇരുന്ന് ഞങ്ങൾ വായിച്ചു. എന്നിട്ട് 1-ാം അധ്യായം കഴിഞ്ഞപ്പോൾ പറയാം, സിസ്റ്റർ എനിക്ക് അല്പം സുഖം തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, ഈ 1-ാം അധ്യായം ഈശോയുടെ ജനനം, സ്നാപയോഹന്നാൻ്റെ ജനനം, ഇതൊക്കെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ കൊച്ചു പറയുകയാണ്, എൻ്റെ മനസ്സിൽ നിന്ന് ആ ഭാരം അങ്ങ് മാറി, കരച്ചിൽ എന്നേക്കുമായി മാറിപ്പോയെന്ന് തോന്നുന്നു, ഞാൻ തുടർന്ന് വായിച്ചോട്ടെ, സിസ്റ്ററും കേൾക്കുകയും ചോദിച്ചു. നീ വായിച്ചു, ഞാനും കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോൺ തുറന്നു വെച്ച് ഞാൻ ഇടയ്ക്ക് എനിക്ക് ഇത് കിട്ടാതെ വന്ന് അത് പിന്നെ നിന്നുപോയി. പെട്ടെന്ന് അവൻ വിളിച്ചു, സിസ്റ്റർ കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു, അവൻ ഇവിടെ ഇത് റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു നിന്ന് പോയതാ, നീ വായിച്ചു, ഞാൻ കേട്ടാലോ. ക്ഷമയോടെ വായിച്ചു. അവൻ 10 അധ്യായം വായിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10 അധ്യായം ഇന്ന് രാവിലെ വിളിച്ചേക്കുക, സിസ്റ്ററെ എനിക്കിപ്പോൾ നല്ല സുഖമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ടോ, ഇവിടെ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം അതിനെന്താ പറഞ്ഞത്? ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തുണ്ട്? അപ്പോൾ ദൈവത്തിൻ്റെ സകല മർത്യരുടെയും ദൈവമായ കർത്താവ് തന്നെ ദാനമായി കൊടുത്തിരിക്കുന്നത് ശക്തിപ്പെടാൻ, പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, സങ്കടങ്ങളെ പരിഹരിക്കാൻ, അതിന് ബലം കിട്ടാൻ വേണ്ടി നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്നത് എന്താ? ദൈവവചനം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പോരാ ശക്തിയോടെ. അപ്പം നമ്മൾ ഈ രക്ഷാകര ചരിത്രം മുഴുവൻ നോക്കിയാൽ വാഗ്ദാനങ്ങളുടെ നിറവാണ്. ഈ വാഗ്ദാനങ്ങളിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിന് എന്നോട് വ്യക്തിപരമായ ഒരു സംരക്ഷണത്തിൻ്റെ ഒരു പാത ഈശോയെ നമ്മൾക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ ചെറുതോ വലുതോ എന്തെല്ലാം പ്രശ്നങ്ങൾ കടന്നു വന്നാലും ഈശോ എനിക്ക് എൻ്റെ സ്വർഗത്തിലെ അപ്പൻ എനിക്ക് എഴുതി നൽകിയിരിക്കുന്ന ഈ ദൈവവചനം കരങ്ങളിലെടുക്കണം. ഈ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം മറ്റുള്ളവരും കൂടെ ഒരുമിച്ചിരുന്നു. അതായത് ഇങ്ങനെ ഒരു ഫോണിൽ കൂടെ കുറേ അധ്യായം വചനം അവൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ അതോടെ ഇന്നലെ ആദ്യം അങ്ങനെ ഇന്നലെ കുറച്ച് അസ്വസ്ഥതകളുണ്ടെങ്കിൽ പോലും ഈ ഒരു മകൻ വചനത്തിലൂടെ രക്ഷപ്പെടുന്ന ഒരു സന്ദേശം ഈശോ തന്നപ്പോൾ ഞാനും അതിനുവേണ്ടി സമയം ചെലവഴിച്ചു. ഞാൻ ഈ കൊച്ചിനോടുകൂടി ലൂക്കായുടെ സുവിശേഷം കുറേ അധ്യായങ്ങളിരുന്ന് വായിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ പറയുകയാണ് എനിക്കതൊരു വലിയൊരു ശക്തിയായി കണ്ടുകൊണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓർത്തോണം, ഞാനൊരു ഭാഗ്യവാനാണ്, ഞാനൊരു ഭാഗ്യവതിയാണ്. ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കണം. എനിക്ക് ഭാഗ്യവാനും ഭാഗ്യവതിയാകാൻ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ദൈവം എന്താ ചെയ്തത് അല്ലേ? കുറേ ചരിത്രം നമ്മൾ ഉൽപ്പത്തി പുറപ്പാട് ഇങ്ങനെയുള്ള ആദ്യ ഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ന്യായാധിപന്മാർ, പ്രവാചകന്മാർ, രാജാക്കന്മാരുടെ പുസ്തകത്തിലും നമുക്കിത് കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം ദൈവം എന്താ ചെയ്തത്? ഇസ്രായേലിന് വേണ്ടി ദൈവം ചെങ്കടലും അതുപോലെ ജോർദാനും ജലം വറ്റിച്ചു പാത വെട്ടി വഴിയൊരുക്കി അവരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി. ആ ദൈവം
പഴയ നിയമം ഇസ്രായേലിനെ രക്ഷിച്ച് ജോർദാനിലും ചെങ്കടലിലും വഴിവെട്ടി വെള്ളം മാറ്റി നിർത്തി അവർക്ക് പാത വെട്ടി അതേ ദൈവം ഇന്ന് എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ ദൈവമാണ് ഇന്ന് എൻ്റെ കരം പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ദൈവം പാത വെട്ടും. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ മഹാമാരി എനിക്ക് വേണ്ടി ഈശോ ചൊരിയും. വീണ്ടും പറയുന്നുണ്ട്, അഗ്നിസ്തംഭവും മേഘസ്തംഭവും അവർക്ക് വേണ്ടി നൽകി ഇല്ലേ? അവരെ രക്ഷിക്കാൻ വേണ്ടി അഗ്നിസ്തംഭം മേഘസ്തംഭം യഥാസമയങ്ങളിൽ ദൈവം അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിച്ചു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, മന്നയും കാടപ്പക്ഷിയും നൽകിയവൻ ഇന്ന് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ അനുദിന ജീവിതത്തിൽ എന്നെ സംരക്ഷിക്കാൻ ദൈവം മന്നയും കാടപ്പക്ഷിയും പഴയ നിയമ ജനതയ്ക്ക് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ നയിച്ചപ്പോൾ, കാനാൻ ദേശം ലക്ഷ്യമാക്കി നയിച്ചപ്പോൾ അവർക്ക് വിശപ്പ് അനുഭവപ്പെടാതിരിക്കാൻ ഭക്ഷണത്തിന് വേണ്ടി ദൈവം കൊടുത്തെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഏത് സമയമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാത്തത്? അല്ല, നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടോ? ആരെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ ദൈവം അനുദിനം എനിക്ക് ഭക്ഷണം നൽകി എന്നെ തീറ്റിപ്പോറ്റുന്നു. പക്ഷെ നമ്മൾ നന്ദിയുള്ളവരാണ്. ദൈവത്തിന് നന്ദി പറയണം. ഒരു ചെറിയ അപ്പം കിട്ടിയാൽ പോലും ദൈവത്തിന് നന്ദി പറയണം. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മാതാപിതാക്കൾ ഒരു കൊച്ചു കുട്ടി 3 വയസ്സേ ഉള്ളൂ. ഈ കുട്ടിയെ കൊണ്ട് ഇവിടെ വന്നു. അപ്പോൾ ഞാൻ ചെറുതെ ഒരു ബിസ്ക്കറ്റ് കൊടുത്തു. ഉടനെ ഈ കൊച്ചെന്ത് ചെയ്യുന്നോ, ആ ബിസ്ക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് ഞാൻ നോക്കി, സാധാരണ കുട്ടികൾ എന്ത് ചെയ്യും, വേഗം പിതാവിൻ്റെയും അല്ല വേഗം വായിലേക്ക് വെക്കും. ഞാൻ നോക്കുമ്പോൾ ഈ കൊച്ചെന്ത് ചെയ്യും, പിതാവിൻ്റെയും പുത്രൻ്റെയും വെക്കുന്നു. ഞാൻ അടുത്ത പ്രാർത്ഥന ചെല്ലാൻ പോകണം. ഞാൻ നോക്കിയിരുന്നപ്പോൾ കൊച്ചു പറയാം, ഈശോയെ നന്ദി, ഈശോയെ അപ്പത്തിന് നന്ദി, ബിസ്ക്കറ്റിന് നന്ദി. എന്നിട്ട് മമ്മിയോട് ചോദിക്കും, മമ്മി ഞാൻ കഴിച്ചോട്ടെ? മോനെ കഴിച്ചോളാൻ പറഞ്ഞു. അവൻ ആദ്യം 3 വയസ്സേ ഉള്ളൂ. ഞാൻ ചോദിച്ചു എത്ര വയസ്സുണ്ട്? 3 വയസ്സ്. അപ്പോൾ ഈ കുട്ടി ആദ്യം ചെയ്ത പ്രവൃത്തി എന്താ? ഈ ഒരു ബിസ്ക്കറ്റ് കിട്ടിയതിന് പോലും ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ട സാധനങ്ങൾ, അങ്ങനെ ദൈവം നമുക്ക് ദാനമായി നൽകുന്ന നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ഭാഗ്യവാനാണ്, ഒരു ഭാഗ്യവതിയാണ്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, മന്നയും കാടപ്പക്ഷിയും നൽകിയവൻ, പാറയിൽ നിന്ന് ജലം നൽകിയവൻ, അവനിന്ന് എൻ്റെ കൂടെയുണ്ട്. അതാണ് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ത്രിയേക ദൈവം ഇന്ന് എൻ്റെ കൂടെയുണ്ട്. വീണ്ടും പറയുകയാണ്, ജെറിക്കോ കോട്ടയുടെ മതിലുകൾ തർത്ത ദൈവം, അതിശക്തനായ ദൈവം. ജെറിക്കോ കോട്ടയുടെ മതിലുകൾ എങ്ങനെ തർത്തത്? 6 ദിവസം 1 പ്രാവശ്യം, 7-ാം ദിവസം 7 പ്രാവശ്യവും പുരോഹിതമായിട്ട് നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത ആ കെട്ടിടത്തിന് ചുറ്റും മതിലിന് ചുറ്റും ഓടി നടന്ന് ദൈവത്തെ സ്തുതിച്ച് കാഹളം മുഴക്കെയാണ് ഈ മതിലിൻ്റെ കോട്ടകൾ തകർത്ത് താഴെയിട്ടത്. ഹല്ലേലൂയ. സ്തുതിപ്പിൻ്റെ ശക്തി അവിടെ കടന്നു വന്നപ്പോൾ അത് ജെറിക്കോ കോട്ട തകർക്കാൻ പ്രയാസം വന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളുടെ മുമ്പിൽ ഒരു ജെറിക്കോ കോട്ട ഉയർന്നു നിൽക്കുമ്പോൾ സ്തുതിപ്പെടുക്കണം. ഈ പ്രധാന പുരോഹിതൻ ഉയർന്നു നിന്ന് പ്രധാന പുരോഹിതൻ്റെ നേതൃത്വത്തിൽ അവർ സ്തുതിച്ചുവെങ്കിൽ ഇന്ന് പ്രധാന പുരോഹിതനായി സർവ്വശക്തിയും പ്രേരണയും സന്തോഷവും സമാധാനവും സ്വസ്ഥത നൽകി എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ ത്രിത്വൈക ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കരം പിടിച്ചിട്ടുണ്ട് എന്നൊരു ബോധ്യം എനിക്ക് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ജെറിക്കോ കോട്ടയുടെ മതിലുകൾ തകർത്ത കർത്താവാണ് ഇന്ന് എൻ്റെ കരം പിടിച്ചിരിക്കുന്നത്. നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഭയപ്പെടരുത്. അതുകൊണ്ട് കർത്താവിൻ്റെ ശക്തമായ കരങ്ങൾ ഇന്ന് നമ്മളെ എന്ത് ചെയ്യുന്നു? ശക്തിപ്പെടുത്തുന്നു. ഒന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ ശക്തമായ കരങ്ങൾ ഇന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ജോഷുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 9-ാം തിരുവചനം നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിൻ്റെ ശക്തി കണ്ടെത്തി അതായത് മോശയുടെ കാലം കഴിഞ്ഞു, അതിനുശേഷം ജോഷുവയെ തിരഞ്ഞെടുക്കുന്നു. ദൈവം ജോഷുവയോട് പറയുന്നുണ്ട്, മോശ ചെയ്തതൊക്കെ നീ ചെയ്യാൻ ജനത്തോട് പറയണം, നീ ധീരനെ ശക്തനുമായിരിക്കുക, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കരം പിടിക്കും, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നീ അവരെ കാനാൻ ദേശത്തേക്ക് ലക്ഷ്യമാക്കി നടത്തണം. അതുപോലെ കൽപ്പനകളും നിയമങ്ങളും അവരെ പഠിപ്പിക്കണം, അത് നെറ്റിത്തരത്തിൽ എഴുതി വെക്കണം, അവരെ നിയമങ്ങളെല്ലാം പഠിപ്പിച്ച് അവരെ നേർവഴിക്ക് നയിക്കണം. അതൊന്ന് വായിച്ചേ, ജോഷുവ 1:9 പറയാമോ? വായിക്കാമോ? നാം ശക്തനും അധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നമ്മൾ എന്ത് ചെയ്യണോ? ആ വചനം നമുക്കൊന്ന് പറയാമോ ഒരുമിച്ച്? നാം ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട്
കൽപ്പിച്ചിട്ടില്ലയോ? ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപാവരം നമുക്ക് നൽകുന്നത്. ഇനി ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞവരാണ് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഷദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ എന്ന 3 യുവാക്കന്മാർ. അവർ വലിയൊരു പ്രതിബിംബം, നെബൂഖദ്നേസർ രാജാവ് വലിയൊരു പ്രതിബിംബം ഉണ്ടാക്കി ഈ പ്രതിബിംബത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞ് രാജ്യം മുഴുവൻ അവർ വിളംബരം ചെയ്തു. ആ സമയമായപ്പോൾ അതിൻ്റെ നിബന്ധനകളെല്ലാം ജനത്തോട് പറഞ്ഞു, ഇതാരെങ്കിലും ആരാധിക്കാതിരുന്നാൽ അവരെ ഞാൻ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുന്ന രാജാവിൻ്റെ വിളംബരം സൈനികർ വഴി ജനത്തെ അറിയിച്ചു. ആ സമയത്ത് വിളംബരമെല്ലാം ചെയ്തു. ഇവർ ആ സമയമായ സമയത്ത് വന്ന് ജനം മുഴുവൻ ഈ ബിംബത്തെ ആരാധിച്ചു. പക്ഷേ 3 യുവാക്കന്മാർ അവർ സത്യദൈവത്തെ ആരാധിച്ചുള്ളൂ, ഈ ബിംബത്തെ ആരാധിച്ചില്ല. അപ്പോൾ സൈന്യാധിപതി വന്ന് രാജാവിനെ വിവരമറിയിച്ചു. രാജാവ് പറഞ്ഞു അവർ അഗ്നികുണ്ഡത്തിലേക്ക് എറിയുക. 49 മുഴം ഉയരത്തിൽ അഗ്നിജ്വാല ഉയർത്തി ആ അഗ്നിജ്വാലയുടെ മധ്യത്തിലേക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഷദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ എന്ന് പറഞ്ഞ 3 യുവാക്കന്മാരെ വലിച്ചെറിയുന്നത്. അവർ എറിഞ്ഞപ്പോൾ 3 പേർ. പിന്നെ രാജാവും കൂട്ടരെ സൈന്യാധിപതി നോക്കിയപ്പോൾ അതിനകത്ത് 4 പേർ. ആരായിരുന്നു? ഒരു 4-ൽ ഒരാൾ ആരായിരുന്നു? ദൈവദൂതൻ. ദൈവം തന്നെയാണ്. ദൈവദൂതൻ പറഞ്ഞാൽ ദൈവം തന്നെയാണ്. അതായത് ഉയർന്നു വന്ന അഗ്നിയുടെ മുകളിലേക്ക് തണുത്ത കാറ്റടിപ്പിച്ച് അവിടെ AC റൂമാക്കി. അവർ തുള്ളിച്ചാടി. അവിടെ ഒരു രോമം പോലും കരിഞ്ഞില്ല, അവർ വസ്ത്രത്തിനൊരു പൊള്ളൽ പോലും ഏറ്റില്ല. അത്രമാത്രം ദൈവം അവരെ പരിരക്ഷിച്ചു. അവസാനം ഈ രാജാവ് തന്നെ പറയുന്നുണ്ട്, ഈ യുവാക്കന്മാരുടെ ദൈവമാണ് സത്യദൈവം. അതിനു മുമ്പ് ഈ യുവാക്കന്മാർ പറഞ്ഞെന്താണ്? ഞങ്ങൾ ഈ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും ഞങ്ങളെ നയിക്കുന്ന, ഞങ്ങളെ ജീവിക്കുന്ന ദൈവം ഞങ്ങൾക്കൊരു പോറൽ പോലും ഏൽക്കില്ല. ഇനി ഞങ്ങൾ പൊള്ളിപ്പോയാൽ പോലും ഞങ്ങൾ സത്യദൈവത്തിന് വേണ്ടി, ഇന്നും ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി നിലകൊള്ളും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത്രമാത്രം ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ പഴയ നിയമ ഇസ്രായേൽ ജനതയെ പറയുന്ന ഇതാണ് ഇന്നും ജീവിക്കുന്നതും. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഈശോയാണ് നമ്മുടെ ഏകരക്ഷകൻ, ഏകനാഥൻ, ഏക കർത്താവ്, ഏക ദൈവം. ഈശോ എന്താ പറയുന്നത്? ഈശോയെ തന്നെ നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് എന്താ എന്നോട് പറയുന്നത്? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ കരം പിടിക്കാൻ, ഏത് അഗ്നികുണ്ഡത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ എൻ്റെ ഈശോയ്ക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എടുത്തിട്ടപ്പോൾ ഈ സിംഹങ്ങളുടെ വാ പൊത്തിയത് ആരാ? നമ്മളാരെങ്കിലും ആണോ? ഞാനല്ല. നിങ്ങളാരെങ്കിലും ആണോ? നമ്മളാരുമല്ല, ദൈവമാണ് ദാനിയേലിൻ്റെ ഈ സിംഹങ്ങളുടെ വാ പൊത്തി ദാനിയേലിനെ രക്ഷിച്ചത്. ഈ സിംഹക്കുഴി കടന്നപ്പോൾ ദാനിയേലിന് ഭക്ഷണം വേണമെന്ന് ആരാ തീരുമാനിച്ചത്? ദൈവമാണ്, അല്ലേ? ഒരു കബുന് വേണ്ടിയിട്ട് ആൾക്കാർ ഹബക്കൂക്കിനെ ബാബിലോണിൽ നിന്ന് മുടുക്കുത്തിൽ പിടിച്ച്, അതായത് വലിയ എയറോപ്ലെയിനിൽ പോകുന്ന സ്പീഡിലാണ് കൊണ്ടുപോയി അതിന് തീരത്ത് കൊണ്ടുപോയി നിർത്തിയത്. ആ സിംഹക്കുഴിയുടെ കരയിൽ നിർത്തിയത്. എന്നിട്ട് വിളിച്ചു, ദാനിയേൽ, നിനക്ക് ദൈവം ഭക്ഷണം നൽകിയിരിക്കുന്നു. അപ്പോൾ ദാനിയേൽ സിംഹക്കുഴി കിടന്ന് പറഞ്ഞെന്താ? എൻ്റെ ദൈവം എന്നെ ഓർത്തല്ലോ, എൻ്റെ ദൈവം എന്നെ ഓർത്തല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏത് നിമിഷം എന്നെ ദൈവം ഓർക്കാത്തത്? എന്നെ ദൈവം ഓർത്തില്ലെങ്കിൽ ഞാൻ ഇതുപോലെ ജീവിക്കുമോ? അതുകൊണ്ട് നമ്മളെല്ലാവരും അടിസ്ഥാനപരമായി നമ്മുടെ ചിന്തയിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ഭാവനയിലും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലും ജീവിതശൈലിയിലും നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു സത്യമുണ്ട്. ഇന്നും ജീവിക്കുന്ന ദൈവം എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. അവിടുന്ന് എന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പക്ഷേ ഈശോ ജീവിച്ച അതേ വഴിയിലൂടെ ചിലപ്പോൾ എന്നെ നയിക്കുമ്പോൾ എനിക്ക് സഹനങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, കടബാധ്യത വരാം. പക്ഷേ അതിൽ നിന്ന് കർത്താവ് നമ്മളെ നശിപ്പിക്കത്തില്ല. അത് ഈശോയുടെ പീഡാനുഭവത്തോട് ചേർന്ന് എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ ഞാൻ സ്വീകരിക്കുമ്പോൾ എന്തായിട്ട് ദൈവം അത് മാറ്റും, എനിക്കൊരു അനുഗ്രഹമായിട്ട് ഈശോ തരും. ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിച്ച ഈശോയെ എന്ന് വിളിച്ചേ. പോരെ ശക്തിയോടെ വിളിക്കാമോ? ഉച്ചസ്വരത്തിൽ വിളിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂഥത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം, യൂഥത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം, അതിൻ്റെ 1 തുടങ്ങി 20 വരെയുള്ള വചനങ്ങൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. യൂഥത്തിൻ്റെ പ്രശ്ന സമയത്ത്, പ്രശ്നങ്ങളുടെ ആ സങ്കീർണ സമയത്തിൽ ദൈവം എന്ത് ചെയ്തു? യൂഥത്തിൻ്റെ കരങ്ങളെ ശക്തിപ്പെടുത്തി. ഇനി എസ്തേറിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക. ആശയറ്റവരുടെ ശബ്ദം ദൈവം കേട്ടു എന്നാണ് എസ്തേർ പറയുന്നത്. ഞാൻ ആശയറ്റ, പ്രതീക്ഷയില്ലാത്തൊരു നിമിഷത്തിൽ ഞാൻ നിന്നു പോയപ്പോൾ എൻ്റെ പ്രതീക്ഷകളെ കർത്താവ് ഉയർത്തിക്കൊണ്ട് എൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങളെ കർത്താവ് ഏറ്റെടുത്തു. അതാത് സമയത്ത് കർത്താവ് എന്നെ രക്ഷിച്ചു. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥം ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊച്ചു കാലം തൊട്ടെന്ന് തുടങ്ങി എടുത്തു നോക്കിക്കേ. അഗ്നിയിൽ നിന്നും, വെള്ളത്തിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ഏതെല്ലാം മേഖലകളിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിച്ചത്.
നമ്മളൊന്ന് നമ്മുടെ ജീവചരിത്രം ഒന്ന് എഴുതി നോക്കണം. ലഘുവായിട്ട് വിസ്തരിച്ച് എഴുതാൻ പോയാൽ തീരത്തില്ല. ലഘുവായിട്ടൊന്ന് എഴുതി നോക്കണം. നമ്മളെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഞാൻ നടന്നു വന്ന വഴി, ദൈവം എന്നെ കൈക്ക് പിടിച്ച് നടത്തിയ വഴികൾ നമ്മൾ ചിന്തിക്കാറില്ല. അവർക്കിതുണ്ട്, ഇവർക്കിതുണ്ട്, അവർ ഭാഗ്യവാന്മാർ, ഞാൻ ഭാഗ്യവതിയല്ല. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അവരെക്കാൾ ഭാഗ്യവതി ഞാനാണ്, അവരെക്കാൾ ഭാഗ്യവാൻ ഞാനാണ്. കാരണം ദൈവം എന്നെ നടത്തിയ വഴികൾ നവർണ്ണനീയമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്, കർത്താവിൻ്റെ സ്നേഹം എന്നോടൊപ്പമുണ്ട്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാം വചനം പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഒന്ന് പറയാമോ? നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഉള്ളിലാരാ ഉള്ളത്? ഉള്ളിലാരാ? ത്രിത്വം. ലോകത്തിലുള്ളതാരാ? ലോകത്തിലാരാ ഉള്ളത്? പിശാച്, തിന്മ, അല്ലേ? തിന്മയുടെ സ്വാധീനമാണ്. അപ്പോൾ ഉള്ളിലുള്ളത് ദൈവമാണ്. അപ്പോൾ നമുക്ക് ഈ ഉള്ളിലുള്ള ദൈവത്തെയും എൻ്റെ കരം പിടിച്ച ദൈവത്തെയും എന്നെ നയിക്കുന്ന ദൈവത്തെയും ഇന്ന് എങ്ങനെ എനിക്ക് അനുഭവിക്കാൻ സാധിക്കും? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാനൊരു ഭാഗ്യവാനാണ്, ഒരു ഭാഗ്യവതിയാണ്. പഴയ നിയമത്തിൽ അനേകരെ നയിച്ച വഴികൾ നമ്മളുണ്ട്, കുറച്ച് മേഖല നമ്മൾ കണ്ടു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ നയിച്ചു എന്ന് എനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഞാൻ എങ്ങനെ ദൈവത്തിൻ്റെ ശക്തി അനുദിനം മനസ്സിലാക്കേണ്ടത്? വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത്, അല്ലേ? വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. ദൈവം എനിക്ക് എഴുതി തന്നിരിക്കുന്ന ഈ വചനം ഞാൻ വായിക്കണം. ഈ വചനം വായിക്കും തോറും ഇന്നലെ ആ പയ്യൻ പറഞ്ഞില്ലേ, 28 വയസ്സുകാരൻ, ഞാനിത് വായിക്കും തോറും എൻ്റെ കരച്ചിൽ നിന്നു, എൻ്റെ ശരീരത്തിലേക്ക് ഒരു ശക്തി ആവർത്തിച്ചു. ഞാൻ മണിക്കൂറുകളിരുന്ന് അങ്ങ് വായിക്കാൻ എനിക്ക് പ്രേരണ നൽകി. കുറേ അധ്യായം വായിച്ചിട്ട് വീണ്ടും അവൻ തന്നെ അത് വായിക്കാൻ അവന് പ്രേരണ നൽകി. ഇതുവരെ പിന്നെ അവൻ്റെ മനസ്സിനെ ആ മാനസിക രോഗം അലട്ടിയിട്ടില്ല, ഇനി അലട്ടത്തില്ല. കാരണം അവൻ ഭക്ഷിക്കാൻ വചനമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തും വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ചും വചനം വായിച്ചും കുമ്പസാരിച്ചും അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവൃത്തി ചെയ്തും ദൈവം നൽകിയിരിക്കുന്ന 10 കൽപ്പനകൾ അനുസരിച്ചും ദൈവത്തിൻ്റെ നിയമം എല്ലാവരെയും സ്നേഹിച്ചും നമ്മൾ എന്ത് ചെയ്യണം? ഈ ശക്തി നമ്മൾ കൈമുതലായിട്ട് കൊണ്ടുപോകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയർത്തി പറഞ്ഞേ. ഇനി ഇടയ്ക്ക് ശ്വാസം വിട്ട് നിർത്താതെ ഈശോയെ എന്ന് വിളിച്ച് ആ ശക്തി നമ്മളിലേക്ക് ആവസിക്കട്ടെ. സ്വരമുയർത്തി പോരാ ഉച്ചത്തിൽ വിളിച്ചോ ഈശോയെ എന്ന് വിളിക്കട്ടെ. വലിയൊരു അഭിഷേകം, വലിയൊരു കൃപ കർത്താവേ ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്വരമുയർത്തി ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമുക്ക് ഈ വചനത്തിൽ നമുക്ക് നേരിട്ട് പറയാം. എൻ്റെ ദൈവമേ, അങ്ങാണ് എൻ്റെ ശക്തിയുടെ ഉറവിടം. എൻ്റെ ദൈവമേ, അങ്ങാണ് എൻ്റെ സ്നേഹത്തിൻ്റെ ഉറവിടം. എൻ്റെ ദൈവമേ, അങ്ങാണ് എൻ്റെ രക്ഷയുടെ ഉറവിടം. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ ആശ്രയം അങ്ങ് മാത്രം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇങ്ങനെ കൊച്ചു സുഹൃത്തുക്കൾ നമ്മളെപ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ വിടുതൽ പ്രാപിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറയാണ്, സിസ്റ്ററെ, ഞങ്ങൾ കുറേ 10-80 വർഷം പഴക്കമുള്ളൊരു വീടാണ്. ആ വീടിനകത്ത് ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയും ഞാനും മാത്രമേ അതിനകത്തുള്ളൂ. മക്കളൊന്നും ഇവിടെ ഇല്ല. അവർ വേറെ വീട് വെച്ചൊക്കെ മാറി. കാരണം ഇതിനകത്ത് താമസിച്ചിട്ട് ഒരു സ്വസ്ഥതയില്ല. അപ്പോൾ അവർ പറഞ്ഞു, അതിനകത്ത് ഏത് മുറിക്കകത്ത് കയറിയാലും കൊട്ടും പാട്ടും ബഹളവും, രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല. പിന്നെ അവിടെ അടുക്കളയിൽ വന്നാൽ കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ദൈവമേ, നീയാണ് ഈ ഭവനത്തിൻ്റെ നാഥൻ, നീയാണ് ഈ ഭവനത്തിൻ്റെ രക്ഷകൻ. ഈശോ ഇവിടെ വസിക്കുന്നുണ്ട്. എത്ര കൊട്ടും പാട്ടും ഉള്ളതിനെ അത് മധുരമാക്കി സ്വർഗത്തിൻ്റെ ഗാനമാക്കി മാറ്റാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ് വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, ഇത്രയും പറഞ്ഞു കൊടുത്തു, ഇസ്രായേൽ ജനത്തെ നയിച്ച ദൈവം എന്നെയും നയിക്കും. പുതിയ ഇസ്രായേലിനെ നയിച്ച ഈശോ എന്നെയും നയിക്കും. ഈശോ ഈ മുറിയിലുണ്ട്, പിതാവായ ദൈവം മുറിയിലുണ്ട്, പുത്രനായ ഈശോ മുറിയിലുണ്ട്, പരിശുദ്ധാത്മാവ് ഈ മുറിയിലുണ്ട്. ത്രിത്വത്തിൻ്റെ ശക്തിയാണ് ആ മുറിയിൽ ജ്വലിച്ച് നിൽക്കുന്നത്. ആർക്കും ഒരു വ്യക്തിയെയും തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല. ഇത് നിങ്ങൾ പകല് കയറി ആ മുറിക്കകത്തോടൊക്കെ പറഞ്ഞ് ആദ്യം അത് വൃത്തിയാക്കണം. അവരത് വൃത്തിയാക്കിയിട്ട് കുറേ വർഷങ്ങളായി, ആരും കയറുന്നില്ല. ഈ അറയും പുരയൊക്കെ ഉള്ളൊരു വീടാണ്.
അതിനകത്ത് കയറി അടിച്ച് വൃത്തിയാക്കി അന്നാമ്പളമൊക്കെ തളിച്ച് ഈ വചനം പറഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ അച്ഛനെയൊക്കെ വിളിച്ച് ഒന്ന് വെഞ്ചരിച്ചൊക്കെ വൃത്തിയാക്കി എടുക്കാൻ പറഞ്ഞു. അച്ഛൻ വെഞ്ചരിക്കാൻ വന്നിട്ട് അതിനകത്ത് അവർ കയറ്റിയിട്ടില്ല. കാരണം അവിടെ താമസിക്കുന്നില്ലാത്തതുകൊണ്ട് 2 മുറി അവർ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സംഭവം ഇട്ട് പറഞ്ഞുമില്ല. ഇങ്ങനെ പറഞ്ഞ് വചനമെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അവർ വൈകിട്ട് തന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുമോ, ജീവിക്കുന്ന ഈശോ ആ വീട്ടിലുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാ ടെൻഷൻ പിടിക്കുന്നത്, നിങ്ങൾ നല്ല ഒരു കട്ടിലുമൊക്കെ ഇട്ട് അവിടെ കിടന്നൊന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഇവർ പറയുക രാത്രി ഒരു 11 ആയപ്പോൾ കിടന്നു. ഭാര്യയുടെ മനസ്സ് ഇച്ചിരി ഒരു വിഷമം വന്നു. ശരി, ഞങ്ങൾ ഉറങ്ങാൻ പറ്റുമോ. പക്ഷേ നല്ല സുഖമായിട്ട് അവർ കിടന്നുറങ്ങി. വെളുപ്പിന് 5:30 വരെ അലാറം കേട്ടപ്പോഴാണ് അവർ എഴുന്നേറ്റത്. ഹല്ലേലൂയ. അതായത് ഞാൻ പറഞ്ഞു വന്നതാണ്, ഏതു പ്രതികൂലങ്ങളെയും അനുകൂലമാക്കാൻ ശക്തി തരുന്നത് ഇന്നും ജീവിക്കുന്ന ഈശോയാണ്. ഹല്ലേലൂയ. ഇത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നോ, ഒരു രോഗം വന്നോ, ഒരു തകർച്ച വന്നോ, ഒരു കടബാധ്യത വന്നോ, അതുകൊണ്ട് നമ്മൾ പതറിപ്പോകേണ്ട വ്യക്തികളല്ല ഒരു ദൈവമകൻ. എൻ്റെ ഉള്ളിൽ തന്നെ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ഈ ശക്തി നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നത്. മോശയുടെ ജീവിതത്തിൽ 4 തടസ്സം മോശ പറയുന്നുണ്ട്. എന്താണ്? ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ മോശ പറയുന്നുണ്ട്, ദൈവമേ എനിക്ക് വിക്കാണ്. ഒരു തടസ്സം അതാണ്, ഞാൻ വിക്കനാണ്. അപ്പോൾ ഞാൻ എങ്ങനെ കൂട്ടിക്കൊണ്ട് വരും? രണ്ടാമത് പറയാണ്, അങ്ങയുടെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ദൈവത്തിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ജനത്തിന് ചോദിച്ചാൽ. മൂന്നാമത് പറയുന്നത് എന്താണ്? ഞാൻ ഈ ജനത്തോട് ചെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും, എന്നെ കല്ലെടുത്തെറിയുമോ? നാലാമതായിട്ട് പറയാണ്, എനിക്ക് പ്രത്യാശയെന്ന് പറഞ്ഞതില്ല. 4 തടസ്സം പറഞ്ഞു മോശ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ടുവരാൻ. എന്താ പറഞ്ഞത്? ഞാൻ വിക്കൻ, ദൈവത്തിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. മൂന്നാമത് പറഞ്ഞെന്താണ്? ഞാൻ ചെന്ന് പറഞ്ഞാൽ ഈ ജനം വിശ്വസിക്കുമോ? നാലാമത് പറയണം, എനിക്ക് എന്നിൽ തന്നെ പ്രത്യാശയില്ല. അപ്പോൾ ഈ ദൈവം ഇതെല്ലാം പറഞ്ഞ് ഉത്തരമായിട്ടാണ് എങ്ങോട്ട് പറഞ്ഞു വിടുന്നത്? മോശയെ പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് ഈ വചനം നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർത്ത് കുറിച്ചിടണം. എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്യണം. ഏശയ്യാ 41:10 ഒന്ന് നോക്കാം. ഏശയ്യാ 41:10 എന്താണ് വചനം? നമ്മൾ നിരന്തരം ആവർത്തിച്ച് പറയേണ്ട ഒരു വചനമാണിത്. ഞാനൊരു ഭാഗ്യവാനും ഒരു ഭാഗ്യവതി ആകണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം നമ്മളെ ശക്തിപ്പെടുത്തണം. ആ വചനം ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. ഭയപ്പെടേണ്ട. വലതുകരം ഉയർത്തി സ്വരം ഉയർത്തി പറഞ്ഞോ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഒന്നിട്ട് പറഞ്ഞേ, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. വീണ്ടും, എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. കണ്ടോ? എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഇതേ അർത്ഥമാണ് സങ്കീർത്തനം 139 പറയുന്നത്. എന്താ 139 പറയുന്നത്? കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് നല്ലതുപോലെ മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അവിടുത്തേക്ക് അറിയാം. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നല്ലതുപോലെ അറിയാം. എൻ്റെ മുൻപിലും പിൻപിലും അവിടുന്ന് എൻ്റെ മുൻപിലും പിൻപിലും അവിടുന്നുണ്ട്. എൻ്റെ കരം അവിടുന്ന് പിടിച്ചിരിക്കുന്നു. എൻ്റെ കരം പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യം എൻ്റെയോട് കൂടെ ഉണ്ട്. അത് നമ്മൾ ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, വിഷമിക്കേണ്ട. വിജയകരമായ കരത്താൽ കർത്താവ് തന്നെ എന്നെ പിടിച്ചിരിക്കുകയാണ്. കരമുയർത്തി ഉറക്കെ സ്തുതിച്ചേ. ഹല്ലേലൂയ. പോരെ ശക്തിയോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോയെ ആരാധന, ഈശോ ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞതാണ്, ഞങ്ങൾ പശുവിനെ പോലെ ഒരു വലിയ പശുവിനെ വാങ്ങിച്ചു. അപ്പോൾ അവർ വർഷങ്ങളായിട്ട് പശുവിനെ ഒന്നും വളർത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ 2 മക്കളുണ്ട്. അവരും പുല്ല് പറിച്ചിട്ടൊന്നുമില്ല. അവർ എൻജിനീയറിങ്ങൊക്കെ പഠിച്ച് ജോലി ചെയ്യുന്ന കുട്ടികളാണ്. അപ്പൻ ഈ കത്തിയെടുത്ത് അവരുടെ തന്നെ തോട്ടത്തിൽ, റബ്ബർ തോട്ടത്തിൽ പുല്ല് എത്താൻ പോയപ്പോൾ ഈ മക്കളും പോയി. അപ്പം ഞങ്ങളും കൂടെ വരാം, അപ്പം തന്നെ സഹായിക്കണ്ട. ഇനി പുല്ല് കുറേ വെട്ടിയെടുത്താൽ അത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അത് അപ്പം ചെയ്യും. എനിക്ക് സാധാരണ ഒരു സൈസ് സാധനങ്ങളൊക്കെ കയറ്റുന്ന ഒരു ചെറിയൊരു വണ്ടിയുണ്ട്, പച്ചക്കറി സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന പോലെ. ആ വണ്ടി ഇങ്ങോട്ട് മൂത്ത മകൻ
തോട്ടത്തിൽ കൊണ്ടുപോയിട്ടു. ഇളയ മകൻ പറഞ്ഞു, നമുക്ക് ആ വണ്ടിയെ കയറ്റണമെങ്കിൽ ഉന്തുവണ്ടി വേണ്ടേ, അത് ഇവിടെ കിടപ്പുണ്ട്, അത് ഞാനും വലിച്ചുകൊണ്ട് വരാമെന്ന്. അപ്പോൾ ഈ മൂത്തവൻ ചോദിച്ചേടാ, നീ ഈ ഉന്തുവണ്ടി കൊണ്ട് അവിടം വരെ ഒരേക്കർ സ്ഥലം വരെ ഈ വഴി കൂടെ ഉന്തിക്കൊണ്ട് വരുമോ? എൻ്റെ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ ജോലി ചെയ്യണം, കഷ്ടപ്പെടണം, അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരിങ്ങനെ ഈ ഉന്തുവണ്ടി വണ്ടിയെ കയറ്റിക്കൊള്ളാൻ പറഞ്ഞ് വണ്ടിയെ കയറ്റി. അപ്പം വേറൊരു വണ്ടി, ഇവർ മക്കൾ രണ്ടും കൂടെ ഒരു വണ്ടിയിൽ ഇങ്ങനെ അങ്ങ് ചെല്ലുക. അങ്ങനെ അങ്ങ് ചെല്ലുമ്പോൾ ഇവർ കാണുന്ന രംഗം എന്താണെന്ന് പറഞ്ഞോ, ഇവരെ കാണുന്നത് ഒരു പുലി എന്തോ ഒരു മൃഗം, കാട്ടുമൃഗം, അതിന് തൊട്ടടുത്ത് വനമാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഇവർ ആലൂർ ബഹളം വെക്കാൻ തുടങ്ങി. അപ്പോൾ അപ്പം പറയാൻ തുടങ്ങി, നിങ്ങൾ മിണ്ടരുത്, ദൈവം തന്ന ദാനമായി നൽകിയ സ്ഥലം, ഈ സ്ഥലത്ത് നമുക്ക് കാലുകുത്താൻ അനുവാദമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം പറഞ്ഞ്, ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം, ദൈവത്തിൻ്റെ നാമം പറഞ്ഞ് നമ്മുടെ സ്ഥലത്തേക്ക് നമുക്ക് കാലുകുത്താം. ആ മൃഗങ്ങൾ അവരുടെ വഴിയെ അവർ പൊക്കോളും. അവർക്ക് വസിക്കേണ്ടത് ഇതല്ല. അവർക്ക് വസിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരു വനം കൊടുത്തിട്ടുണ്ട്, അവരങ്ങോട്ട് പൊക്കോളും. എന്നിട്ട് ഇവർ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ അപ്പം കാര്യം നടക്കുകയില്ല, ഇവർ നമ്മളെ ശരിക്കും നമ്മളെ കൊന്നു തിന്നും. നീ അങ്ങനെ ചിന്തിക്കാതെ, നമ്മുടെ ഉള്ളിലൊരു ശക്തിയില്ലേ, നിൻ്റെ കയ്യിൽ ജപമാലയുണ്ടോ? ഉണ്ട്, കഴുത്തേലുണ്ട്, ഊരാൻ പറഞ്ഞു. എന്നിട്ട് ഇവർ 3 പേരുടെയും കയ്യിൽ കഴുത്ത ജപമാലയുണ്ട്. ഈ ജപമാലയുടെ തൂരി ഉച്ചത്തിൽ അവർ 1-ാം രഹസ്യം ചൊല്ലിച്ച് ആദ്യം വിശ്വാസ പ്രമാണം ചൊല്ലി, എന്നിട്ട് ആദ്യത്തെ സന്തോഷത്തിൻ്റെ 1-ാം രഹസ്യം ചൊല്ലി ഉറക്കെ അങ്ങ് സ്തുതിച്ച് പ്രാർത്ഥിച്ച സമയത്ത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് എവിടെ പോയെന്ന് കാണാനില്ല. ഇവർ 1/2 മണിക്കൂർ കൊണ്ട് ഇഷ്ടംപോലെ പുല്ല് സ്ഥലം, അതുകൊണ്ട് 1/2 മണിക്കൂർ വണ്ടി നിറയെ പുല്ലും വെട്ടി അവർ തിരിച്ചു വന്നിട്ട് അവരെന്നെ വിളിച്ചു പറഞ്ഞു, സിസ്റ്ററെ, ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായി, ഞങ്ങൾ ചെയ്തത് അതിക്രമമാണോ ബുദ്ധിയില്ലായ്മയാണോ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ശക്തി തന്നത് ആരാ? ദൈവം. നിങ്ങളെന്തിനാ പേടിക്കുന്നത്? അപ്പോൾ അന്യജീവികളെയും വനജീവികളെയും ശക്തിപ്പെടുത്താനുള്ള കഴിവ് ദൈവം നിങ്ങൾക്ക് തന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് ദൈവത്തിന് നന്ദി പറ. എന്നിട്ട് പോയി നന്ദി പറഞ്ഞൊരു ബലി അർപ്പിച്ച് പിറ്റേ ദിവസം ഇന്ന് രാവിലെ പോയിട്ടുണ്ട്, ബലി അർപ്പിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഇന്നലെ ഉണ്ടായ സംഭവം ഇത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് നമ്മൾ നന്ദി പറ. ഏത് എതിർ ശക്തികളെ, അന്ധകാര ശക്തികളെ, ഇവർ വർഷങ്ങളായിട്ട് പറമ്പിൽ പുല്ല് പറിക്കാൻ പോകുന്നതാണ്. കാരണം ഒരു പുതിയ പശു ഇറങ്ങിയതാണ്. പുതിയ പശുവിന് അപ്പനും മക്കളും 2 പേരും ചെല്ലും. അപ്പോൾ ചെന്നപ്പോഴാണ് ഇത്രയും ഇവരിങ്ങനെയൊന്നും വിചാരിച്ചില്ല. കാടുണ്ട്, വനത്തിൽ നിന്ന് ഇതുങ്ങൾ ഇറങ്ങി വരും എന്നൊന്നും ഇവർക്കറിയത്തില്ല. പക്ഷേ ഇവരെന്ത് ചെയ്തു? അവർ കരുതി പോയതിനെല്ലാം ആവശ്യത്തിന് പുല്ലും ചെത്തി അവർ വീട്ടിൽ വന്നു. അവരുടെ മനസ്സ് നല്ല ശാന്തമായി. ഇത് വിളിച്ചു പറയുമ്പോഴും മനസ്സ് ശാന്തമാണ്. പ്രിയപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനൊരു ഭാഗ്യമുള്ള വ്യക്തിയാണ്. എങ്ങനെ ഭാഗ്യം? ചെറുതിനെ വലുതിനെ എല്ലാ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യാനുള്ള കഴിവും ശക്തിയും ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ ആയുധമാണ് ജപമാല, ആ ആയുധമാണ് വിശുദ്ധഗ്രന്ഥം, ആ ആയുധമാണ് കൂദാശകൾ. ഇത് നമ്മൾ യഥാസമയം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് മുൻപോട്ട് പോയാൽ ഒരു ശക്തിക്കും ഒരു വന്യമൃഗത്തിനും എന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. അതുമാത്രമല്ല, അവരെ പരാജയപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ ശക്തി എൻ്റെ കരങ്ങളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. നല്ലൊരു കൈയടി കൊടുത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. പോരാ ശക്തിയോടെ. അപ്പം നമ്മൾ എൻ്റെ കരത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ശക്തി ഞാൻ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ഇനി ഞാനൊരു ഭാഗ്യവാനാണോ ഭാഗ്യവതിയാണോ എന്ന് സങ്കീർത്തനം 1:1 എടുക്കാം. 1-ാം സങ്കീർത്തനം 1-ാം വാക്യം. അവിടെ എന്താ വചനം പറയുന്നത് നോക്കാം. അവിടെ 3 കാര്യം പറയുന്നുണ്ട്. 3 കാര്യം. എന്താണത്? ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ, പാപികളുടെ വഴിയെ വ്യാപരിക്കുകയോ, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ആരാ? ഭാഗ്യവാൻ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കരുത്. ഇനി ദുഷ്ടരാരാണ്? അത് സങ്കീർത്തനം 1-ാം അധ്യായം തന്നെ അതിൻ്റെ 4, 5 വചനം നോക്കിക്കേ. ദുഷ്ടരാരാന്ന് ഇവിടെ പറയുന്നുണ്ട്. 4, 5, 6 വചനം അവിടെ പറയുന്നുണ്ട്. ദുഷ്ടരാരാന്ന് പറയുന്നുണ്ട്. ആരാണ് ദുഷ്ടർ? ദുഷ്ടരാരാണ് അവിടെ? ദുഷ്ടർ കാറ്റത്ത് പറക്കുന്ന പതിര് പോലെയാണ്. വീണ്ടും പറയുന്നത് ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിവില്ല. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്? ദുഷ്ടരുടെ മാർഗം നാശത്തിലേക്കാണ്. വീണ്ടും ദുഷ്ടരുടെ ഉപദേശം നമ്മൾ സ്വീകരിക്കരുതെന്നാണ് പറഞ്ഞത്. വീണ്ടും പറയുന്നുണ്ട്, സങ്കീർത്തനം 12:8 പറയുന്നുണ്ട്, ദുഷ്ടരെങ്ങും പരതി നടക്കും. അപ്പോൾ ഈ ദുഷ്ടരുടെ പാതയിൽ നമ്മൾ നടന്നാൽ ഞാൻ ഭാഗ്യമുള്ള വ്യക്തിയല്ല.
ദുഷ്ടർ എങ്ങനെ നന്മ സ്വീകരിക്കത്തില്ല, ന്യായവിധിയെ സ്വീകരിക്കത്തില്ല. അവർക്ക് നന്മയില്ല. ഉള്ള നന്മ അവർ നഷ്ടപ്പെടുത്തി വെച്ചിട്ടാണ് പാപത്തിൻ്റെ വഴിയെ പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ നമ്മൾ പോകരുത്. ദുഷ്ടർ എങ്ങും പരതി നടക്കും. 12:1 പറയുകയാണ്, സങ്കീർത്തനം 12:1 പറയുകയാണ്, നിഷ്കളങ്ക ഹൃദയരെ എന്തു ചെയ്യും? ഇരുട്ടത്തെയ്യാൻ വേണ്ടി ദുഷ്ടർ വില്ലു കുലച്ച് അമ്പ് തൊടുത്തിരിക്കുന്നു. നിഷ്കളങ്ക ഹൃദയരെ അവർ ചതിയിൽപ്പെടുത്തും. അവർ അമ്പ് വിലച്ച് അത് വില്ല് വലിച്ച് അമ്പ് തൊടുത്തിരിക്കുകയാണ് അവരെ നശിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ദുഷ്ടരുടെ ഉപദേശം കേൾക്കരുത്. പ്രിയപ്പെട്ട കാര്യങ്ങളെ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൊച്ചു ബാലികാ ബാലന്മാർ, കൗമാരപ്രായക്കാർ, യുവതി യുവാക്കന്മാർ, മധ്യവയസ്കരൊക്കെ ഈ പല പാപത്തിൻ്റെ വസ്തുക്കളും ഉപകരണങ്ങളൊക്കെ സ്വീകരിച്ച് ഈ ദുഷ്ടരുടെ വഴി സ്വീകരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. കുറേയേറെ ഉദാഹരണങ്ങൾ. കൊച്ചു കുട്ടികൾ അവർ നഷ്ടപ്പെട്ടു പോവുക. ഭാവി അവർക്കൊരു ജീവിതം ഉണ്ടെന്ന് അവർക്കൊരു ചിന്ത പോലുമില്ല. അവരുടെ ശരീരം നശിപ്പിക്കുക, മനസ്സ് നശിപ്പിക്കുക, ജീവിതം നശിപ്പിക്കുക, സ്വത്ത് നശിപ്പിക്കുക, മാതാപിതാക്കളെ നശിപ്പിക്കുക. അവർക്ക് തന്നെ ഒരു ഭാവി ജീവിതം ഉണ്ടെന്നുള്ള ലക്ഷ്യബോധമില്ലാത്ത വിധത്തിൽ പലതരത്തിൽ ഇന്ന് കൊച്ചുകുട്ടികൾ, യുവതി യുവാക്കന്മാർ ജീവിതത്തെ നശിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ പോലും നിങ്ങൾക്കറിയാവുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദുഷ്ടരുടെ വഴിയെ നമ്മൾ നടക്കരുത്. അതോടൊപ്പം തന്നെ പാപിയുടെ വഴിയെ നമ്മൾ പോകരുത്. പാപിയുടെ വഴിയെ പോയാലും ഇത് തന്നെ നമുക്ക് നഷ്ടം. അപ്പം നമ്മൾ ഇവരുടെ ഉപദേശം കേൾക്കാതിരുന്നാൽ നമ്മൾ ഭാഗ്യവാന്മാരാ. പാപം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എവിടെ? ആ പാപത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും രക്ഷ കിട്ടത്തില്ല. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, സങ്കീർത്തനം 32 ഒന്നെടുത്ത്, സങ്കീർത്തനം 32 അവിടെ എന്താ വചനം പറയുന്നത്? ആരാ ഭാഗ്യവാൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. സങ്കീർത്തനം 32 ഒന്ന് പറയുന്നത് തിരുവചനം നോക്കാം. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. ഒന്ന് വലതുകര ഉയർത്തി പറയാമോ? ആരാ ഭാഗ്യവാൻ? അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. അടുത്തത്, കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവൻ ഭാഗ്യവാൻ. ഇതുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുന്നവരാ. അതുകൊണ്ടാണ് നമ്മുടെ കാറ്റേജിലെ വില്ലേജിലെ സ്ത്രീകൾ ഈ അഗസ്തീനോസിനെ വിളിക്കും, അഗസ്തീനോസ് ബാ നമുക്ക് പാപം ചെയ്യാം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് കുമ്പസാരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന അഗസ്തീനോസ് പറഞ്ഞു, നോ ഇനി എന്നെ കിട്ടത്തില്ല, ഞാൻ വിശുദ്ധനായൊരു വ്യക്തിയാണ്, ഇനി പാപം ചെയ്യാൻ എന്നെ കിട്ടത്തില്ല. അത് മാത്രമല്ല, നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപം തൂക്കി നോക്കിയാൽ ഭാരമില്ല, എണ്ണി നോക്കിയാൽ തീരത്തുമില്ല. നമ്മൾ ചെയ്തു കൂട്ടുന്ന ലഘുപാപങ്ങൾ തൂക്കി നോക്കിയാൽ ഭാരമില്ല, എണ്ണി നോക്കിയാൽ തീരാത്ത വിധത്തിൽ ലഘുപാപം നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പാപം ചെയ്യും തോറും നമ്മുടെ ഭാഗ്യം, ദൈവം എനിക്ക് നൽകുന്ന വരപ്രസാദം നഷ്ടപ്പെടുത്തുന്ന വ്യക്തികളാണ് ഭാഗ്യമില്ലാത്തവർ. ദൈവം എനിക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കാത്ത വ്യക്തികളാണ് ഭാഗ്യമില്ലാത്തവർ. അപ്പോൾ പാപത്തിൻ്റെ വഴിയെ പോയാൽ എന്താ സംഭവിക്കുന്നത്? ദൈവം ദാനമായി നൽകുന്ന കൃപ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദിനെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായം 22-ാം വചനം പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 13:22 വചനം പറയുന്നത് എന്താണ്? ദാവീദിനെക്കുറിച്ച് പറഞ്ഞെന്താണ്? ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനെ ഞാൻ കണ്ടു. ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ, ഇതാ കർത്താവ് നോക്കുന്നത്. ഇതാണ് ഹൃദയത്തിൽ വഞ്ചനയില്ലാത്ത വ്യക്തി. അതേസമയം ദാവീദ് ഒരു വ്യക്തിയെ കൊന്നതാ അല്ലേ? യുദ്ധത്തിന് സമയത്ത് കുളിച്ചുകൊണ്ടിരുന്ന ബെത്സേദയുടെ ഭാര്യയെ വിളിച്ച് വീട്ടിൽ വരുത്തി പാപം ചെയ്തു ഭർത്താവിനെ കൊന്നതാണ്. പക്ഷേ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് മനസ്തപിച്ച് ദൈവത്തിൻ്റെ മകനായി മാറി. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ. അപ്പോൾ ഹൃദയത്തിൽ വഞ്ചനയില്ലാത്ത വ്യക്തി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിൽ പാപം വെക്കരുത്. പാപമുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്ന? സങ്കീർത്തനം 32 തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം ദാവീദ് പറയുകയാണ്, ദാവീദിനെക്കുറിച്ച് ദൈവം ഇപ്രകാരം പറഞ്ഞു, നീ കർത്താവ് ഹൃദയത്തിന് ഇണങ്ങിയൊരു വ്യക്തിയാണ് ദാവീദ്. അപ്പോൾ ദാവീദ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞോ? ദാവീദ് പറഞ്ഞ ഇതാണ്, കർത്താവിനെ ഞാൻ കൺമുമ്പിൽ ദർശിച്ചിരുന്നു. കർത്താവിനെ ഞാൻ കൺമുമ്പിൽ ദർശിച്ചു. കർത്താവ് എൻ്റെ വലതുവശത്തുണ്ട്. എൻ്റെ നാവ് സ്തോത്രം ആലപിച്ചു. എൻ്റെ ഹൃദയം സന്തോഷിച്ചു. ജീവൻ്റെ വഴി കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ദൈവം ദാവീദിനെക്കുറിച്ച് പറയുന്നത് എൻ്റെ ഹൃദയത്തിനിണങ്ങിയവൻ. ദാവീദ് കർത്താവിനെക്കുറിച്ച് പറയുന്നത്, ദാവീദ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് എന്താ? ഞാൻ കർത്താവിനെ കൺമുമ്പിൽ ദർശിച്ചു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അപ്പം നമ്മൾ കൺവെൻഷൻ കേൾക്കുകയും അനുദിനം കുടുംബ പ്രാർത്ഥന നടത്തുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓർത്തോണം, നമ്മൾ ഈ ദൈവത്തിൻ്റെ ഈ സ്വരം നമ്മൾ കേൾക്കണം. നമ്മൾ എത്രയോ കൺവെൻഷൻ കൂടിയിട്ടുണ്ട്, എത്രയോ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സ്വരം ഞാൻ കേൾക്കുന്നുണ്ടോ? അത് മാത്രമല്ല, കർത്താവിനെ കൺമുമ്പിൽ ദർശിക്കാനുള്ള കൃപ ചോദിക്കുക. അവരാണ് ഭാഗ്യവാൻ ഭാഗ്യവതി. അതാണ് ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവൻ, അല്ലെ, അതിക്രമങ്ങൾക്ക് മാപ്പ് ലഭിച്ചവൻ. അവർ ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ്. കർത്താവിനെ കൺമുമ്പിൽ ദർശിക്കുക. കർത്താവിനെ കൺമുമ്പിൽ ദർശിക്കുന്ന ഒരു വ്യക്തിയെ ഹൃദയത്തിൽ സന്തോഷമുള്ളൂ. അവർക്ക് നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുള്ളൂ. കർത്താവിൻ്റെ വലതുവശത്തുണ്ടെന്ന് ബോധ്യത്തോടെ ദാവീദ് പറയുന്നുണ്ട്. കർത്താവിൻ്റെ വലതുവശത്തുണ്ട്. അതുപോലെ പറയണത്, ജീവൻ്റെ വഴി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കർത്താവ്. എൻ്റെ ജീവൻ്റെ വഴി കർത്താവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ കർത്താവിൽ സന്തോഷിക്കും. നമ്മൾ ഓരോ ദിവസം ചെല്ലുന്നവർ മരണത്തോടടുക്കുകയാണ്. ഞാൻ സങ്കീർത്തനം 32 എടുത്ത്, നമ്മൾ പാപം ഏറ്റു പറയാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഏറ്റു പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സങ്കീർത്തനം 122 ആരാ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു? 1-2 അതിക്രമങ്ങൾക്ക് മാപ്പ് ലഭിച്ചവനും പിന്നെ പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ആരാന്ന് പറഞ്ഞത്? ഭാഗ്യവാൻ. ഭാഗ്യവാൻ. വീണ്ടും എന്താ പറഞ്ഞത്? കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഇതിലേതെങ്കിലും ഒരു പാപത്തിൻ്റെ മേഖല ഉള്ളിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പോയി പറഞ്ഞു കുമ്പസാരിക്കണം. കുമ്പസാരിച്ച് പാപം മുഴുവൻ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ അടുത്ത നാളൊരു സഹോദരൻ ഇവിടെ ധ്യാനിക്കാൻ വന്നപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു ഇത് പറയണം എല്ലാവരോടും. കാല് മന്ത് പോലെ നീര, പ്രായമുള്ളൊരു ചേട്ടനാണ്. ഈ ചേട്ടനോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി, 22ാമത്തെ വയസ്സിൽ ചെയ്തൊരു പാപം ഇതുവരെ പറഞ്ഞു കുമ്പസാരിച്ചിട്ടില്ല. അപ്പോൾ സഹോദരൻ പറഞ്ഞു, ഇതിപ്പോൾ ഈശോയ്ക്ക് അറിയാമല്ലോ, ഞാൻ അങ്ങനെ പറയണോ? എന്നാൽ മനസ്സിൽ ചിന്ത വരും കുമ്പസാരെ കൂട്ടി ചെല്ലുമ്പോൾ. എന്നാലും വേണ്ടെന്ന് പറയും. ഇപ്പോൾ വയസ്സ് 82. അപ്പോൾ ഈ ചേട്ടനോട് സംസാരിച്ച് മനസ്സിലായി. ചേട്ടൻ പറഞ്ഞു, ഇതെന്താ മന്ദരോഗമാണ്. ഈശോ പറഞ്ഞു, ഇത് മന്ദരോഗമല്ല. 22ാമത്തെ വയസ്സിൽ ചെയ്തൊരു പാപത്തിൻ്റെ കുറ്റബോധം, ആ പാപം ഇന്ന് വരെ വെളിപ്പെടുത്താത്തത് കൊണ്ട് ആ കുറ്റബോധം മന്ദരോഗം പോലെ കാല് നീര് വെച്ചു. അതൊന്ന് എളിമപ്പെട്ട് ഈശോയുടെ മുമ്പിൽ ഏറ്റു പറയുമ്പോൾ ഈ രോഗത്തിൽ നിന്ന് ചേട്ടന് വിടുതൽ കിട്ടും. അങ്ങനെയെല്ലാം പറഞ്ഞ് ഒരുക്കി കുമ്പസാരെ കൂട്ടിക്കൊണ്ട് ഇരുത്തി കഴിഞ്ഞിട്ട് അച്ഛനോട് കുമ്പസാരിക്കുന്ന സമയമായപ്പോൾ ചേട്ടൻ്റെ മനസ്സിലേക്ക് സാത്താൻ കൊടുത്തു. ഇന്ന് പറയൊന്നും വേണ്ട, ആ സിസ്റ്റർ അങ്ങനെയൊക്കെ പറയും. നീ ഇത്രയും നാൾ ജീവിച്ചില്ലേ, നിന്നെ ആരാ വളർത്തിയത്? നിനക്കൊരു കുഴപ്പമില്ല, കാലിന് മാത്രമല്ലേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ഈ പാപം പറഞ്ഞു ഇങ്ങനെ ഭയങ്കര ഒരു പിടിവലി. പ്രിയപ്പെട്ട കാര്യങ്ങൾ അവസാനം ഈ ചേട്ടൻ പറഞ്ഞു, എന്തും കൽപ്പിച്ച് എന്ത് സംഭവിക്കട്ടെ, ഞാൻ ഈ പാപം അങ്ങ് പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അച്ഛനും പറഞ്ഞു, അച്ഛാ 22ാമത്തെ വയസ്സിൽ ഞാനൊരു പാപം ചെയ്തു, ഞാൻ ഇന്ന് വരെ അത് പറഞ്ഞു കുമ്പസാരിച്ചിട്ടില്ല, അതിൻ്റെ കുറ്റബോധമാണ് ഇന്ന് എൻ്റെ കാലിന് ഭയങ്കര അസ്വസ്ഥത. ഇത് പറയുകയും ഈ ചേട്ടൻ കസേര വലിച്ച് താഴേക്ക് ഇട്ടിട്ട് അവിടെ മുട്ടുകുത്തി. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന്? അച്ഛാ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല അച്ഛാ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ 1 മണിക്കൂറോളം കുമ്പസാരിച്ച് എഴുന്നേറ്റ് വന്നപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലിലെ മന്ദം കാണാനില്ല. ഇന്ന് അയാളൊരു ആ ചേട്ടനെതിരെ വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആളായിട്ട് ലോകത്ത് ജീവിപ്പുണ്ട്. ഹല്ലേലൂയ. കരമുയർത്തി വിളിച്ചേ, ഈശോയേ എന്ന് വിളിച്ചേ, ശക്തിയോടെ വിളിച്ചേ, അഭിഷേകത്തോടെ വിളിച്ചേ. ഞാനൊരു ഭാഗ്യവാനാണ്, ഞാനൊരു ഭാഗ്യവതിയാണ്. എപ്പോഴും ഞാൻ ഭാഗ്യവാനാകുന്നത് പാപങ്ങൾക്ക് മോചനം കിട്ടുമ്പോൾ, അതിക്രമങ്ങൾക്ക് കുറ്റങ്ങൾക്ക് മോചനം കിട്ടുമ്പോൾ മാത്രമാണ് ഞാനൊരു ഭാഗ്യവാനും ഭാഗ്യവതിയുമാകുന്നത്. ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവൻ, അല്ലേ, കർത്താവ് കുറ്റം ചുമത്തപ്പെടാത്തവൻ, അങ്ങനെയുള്ളവർക്കാണ് ഒരു ഭാഗ്യവാനും ഭാഗ്യവതിയാകുന്നത്. അടുത്ത വചനം ഒന്ന് വായിച്ചേ. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. വേനൽക്കാലത്തെ ചൂട് കൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. എപ്പോഴാണ്? പാപം ചെയ്തപ്പോൾ. അടുത്ത വായിച്ചേ. എൻ്റെ പാപം ഞാൻ അവിടുത്തോട് ഏറ്റു പറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല, എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. കുമ്പസാരിച്ചൊന്നുമില്ല, എൻ്റെ പാപം ഞാൻ മറച്ചു വെക്കുന്നില്ല, എൻ്റെ പാപം ഞാൻ ഏറ്റു പറയും എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്താ സംഭവിച്ചതോടെ? അത്ഭുതം നടന്നു. എന്തായിരുന്നു അത്ഭുതം? കർത്താവ് ആ പാപം മുഴുവൻ ക്ഷമിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം നിങ്ങളിന്ന് അനുതാപത്തോടെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, ഞാനൊരു പാപിയാണ് കർത്താവേ, ഞാനൊരു ഭാഗ്യവാനാണ്, പക്ഷേ ദൈവത്തിൻ്റെ ഭാഗ്യം എനിക്ക് ലഭിക്കാൻ എനിക്ക് തടസ്സം നിൽക്കുന്നത് എൻ്റെ കൊച്ചു കൊച്ചു പാപങ്ങളാണ്. അത് എണ്ണിയാൽ തീരത്തില്ല, തൂക്കി നോക്കിയാൽ ഭാരവുമില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ ആ പാപം അനുതാപത്തോടെ ഏറ്റുപറയാൻ ഞാൻ തയ്യാറാകുകയാണ് എന്ന് ഒരു വ്യക്തി ഹൃദയത്തിൽ അനുതാപത്തോടെ ചിന്തിച്ച് മേലിൽ ആ പാപം ഞാൻ ആവർത്തിക്കുകയില്ല എന്ന് തീരുമാനമെടുത്ത് കുമ്പസാരക്കൂട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ തന്നെ കർത്താവ് ആ പാപം ക്ഷമിക്കുകയാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. വീണ്ടും എന്താ അവിടെ പറയുന്നത്? ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയ സങ്കേതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപമില്ലാതെ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ആര്? ഭാഗ്യവാനും ഭാഗ്യവതിയും. അതുകൊണ്ട് ദൈവം ഒരു ചുരുങ്ങിയ കാലം നമുക്ക് നൽകിയിരിക്കുക. എത്ര വലിയ പാപത്തിൻ്റെ അടിമത്തത്തിലാണേലും കർത്താവ് നമ്മളോട് ക്ഷമിക്കും. ഇപ്പോൾ കരുണയുടെ കാലഘട്ടമാണ്, കരുണയാണ്. വിധിയാളനായ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആരുമില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, ആരും സഹായിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? കർത്താവ് നമ്മളെ വിധിക്കും. ഇപ്പോൾ എത്ര പാപത്തിൻ്റെ അടിമത്തത്തിലാണെങ്കിലും കർത്താവ് കരുണ കാണിക്കുമ്പോൾ ഇവിടെ സഹോദരങ്ങളെ, കാരണം ഒരാത്മാവ് നഷ്ടപ്പെടാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല. നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമാക്കിയാൽ എന്ത് ഫലം? അപ്പോൾ കർത്താവ് പറയുകയാണ്, ലോകം മുഴുവൻ നേടിയിട്ടും ആത്മാവ് നഷ്ടപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഒരു ഫലവും നമുക്ക് ലഭിക്കത്തില്ല. അതേസമയം ആ പാപം നമ്മൾ ഏറ്റുപറയുമ്പോൾ എൻ്റെ ആത്മാവ് രക്ഷപ്പെടുമെന്ന് ഈശോയ്ക്കറിയാം. അപ്പോൾ ആ പാപിയെ കർത്താവ് ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കും. അവരാണ് ഭാഗ്യവാൻ, അവരാണ് ഭാഗ്യവതി. അതുകൊണ്ട് വീടിൻ്റെ പരിസരത്ത്, കുടുംബത്തിൽ, മക്കളിൽ, സഹോദരങ്ങളിൽ, മാതാപിതാക്കളിൽ ഒരു വ്യക്തിയിലും പാപത്തിൻ്റെ അടിമത്തം കാണരുത്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മരിച്ചുപോയി, അവർ ശുദ്ധീകരണ സ്ഥലത്ത്, പ്രത്യേകിച്ച് ഈ നവംബർ മാസം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും തരത്തിൽ അവരുടെ പാപം അവർ പറഞ്ഞു കുമ്പസാരിക്കാതെയൊക്കെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ സാഹചര്യം വരാത്തതിന് വരാം, ആരെയും പഴിക്കേണ്ട, നമ്മളും അതേ വഴി പോകുന്നവരാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്കാണ് അവരെ രക്ഷിക്കാൻ പറ്റുന്നത്. അവർക്ക് വേണ്ടി ഞാൻ കണ്ണുനീരോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ആ കാലയളവ് എനിക്ക് കുറച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം, ഈ ഒരു സമയം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണ്, പള്ളിയിൽ പോയി നിങ്ങളെ സിമിത്തേരി ഒന്ന് സന്ദർശിക്കണം. സിമിത്തേരി സന്ദർശിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഓഫീസ് ദിവസം അല്ലിന്ന, എന്നാലും അച്ഛനവിടെ ഏതെങ്കിലും ആർക്കെങ്കിലും വേണ്ടി ഓഫീസിൽ ചെല്ലുന്നെങ്കിൽ അതിലൊന്ന് പങ്കെടുത്ത് അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി, രക്ഷപ്പെടാത്ത എല്ലാ തനയർക്കും വേണ്ടി, നമ്മളൊന്ന് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് ദണ്ഡവിമോചനം കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദണ്ഡവിമോചനം മേടിച്ച് കർത്താവിൻ്റെ ഭാഗ്യവാനും ഭാഗ്യവതിയുമാകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വീണ്ടും സങ്കീർത്തനം 34:8 പറയുകയാണ്, സങ്കീർത്തനം 34:8 പറയുകയാണ്, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുന്നവൻ ഭാഗ്യവാൻ, അവിടുത്തെ ആശ്രയിക്കുന്നവനും ഭാഗ്യവാൻ. എങ്ങനെ കർത്താവിനെ രുചിച്ചറിയുന്നത്? എങ്ങനെ കർത്താവിനെ ആശ്രയിക്കുന്നത്? കർത്താവിനെ രുചിച്ചറിയാൻ നമുക്ക് അവസരമുണ്ടോ? എങ്ങനെ രുചിച്ചറിയും? വിശുദ്ധ കുർബാനയിൽ രുചിച്ചറിയാം. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഈശോയുടെ സ്നേഹം രുചിച്ചറിയുക, അല്ലേ? എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണ്, എൻ്റെ ഹൃദയത്തിൽ ത്രിത്വമുണ്ട്. ത്രിത്വത്തിന് നന്ദി, സ്തുതി, ആരാധന സമർപ്പിക്കുമ്പോൾ ഈ സ്നേഹമാണ് ഞാൻ രുചിച്ചറിയുന്നത്. ഞാൻ വചനം മറ്റൊരു അത് രോഗികളായവരും പ്രായമായവരും കണ്ണു കാണാൻ മേലാത്തവരുമായ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അതുപോലെ തന്നെ അയൽവക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് വചനം പറഞ്ഞും ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് കിട്ടിയ ഓരോ ദിവസവും നമുക്ക് എത്രയോ അനുഗ്രഹം കിട്ടുന്നുണ്ട്. അതൊക്കെ മറ്റുള്ളവരോട് പറയുമ്പോൾ ഞാനും എൻ്റെ ഈശോയെ രുചിച്ചറിയുകയാണ്, ഞാനും ആ ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളോ, ചെറുതും വലുതുമായി എത്ര അനുഗ്രഹങ്ങളാണ്, രക്ഷാകരമായ സംഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഈശോ തന്നിട്ടുള്ളത്. സ്നേഹത്തിൻ്റെ അനുഭവം, വിശ്വാസത്തിൻ്റെ അനുഭവം, രക്ഷയുടെ അനുഭവം, അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ച അനുഭവം, ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത അനുഭവങ്ങൾ. ഈ അനുഭവങ്ങൾ അത് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ, പങ്കുവെക്കുമ്പോൾ ദൈവം വളരുകയാണ്. ദൈവം വളരുക മാത്രമല്ല, ആ സ്ഥലത്ത് ഇത് കേൾക്കുമ്പോൾ തന്നെ അവിടുന്ന് നെഗറ്റീവ് സ്പിരിറ്റ് മാറി പോസിറ്റീവ് സ്പിരിറ്റ് കയറുകയാണ്. അപ്പോൾ നെഗറ്റീവിന് അവിടെ സ്ഥാനമില്ല. ആ സ്ഥലം കേൾക്കുന്ന വ്യക്തികൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്, ആ കുടുംബം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ഈശോയെ രുചിച്ചറിയാൻ കിട്ടുന്ന സമയമാണ് ഓരോ ദിവ്യകാരുണ്യവും, ഓരോ വിശുദ്ധ കുർബാനയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര രോഗമുണ്ട്, എത്ര പ്രായമുണ്ട്, എത്ര അസ്വസ്ഥത ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്ന് എല്ലാ വീടുകളിലും വാഹനമുണ്ട്, അടുത്തടുത്ത് ദേവാലയങ്ങളുണ്ട്. അല്പസുഖം നമ്മൾ ഉപേക്ഷിച്ചിട്ട് ആ വിശുദ്ധ കുർബാനയിൽ പോയി പങ്കെടുത്ത് ഒരു ത്യാഗത്തോടെ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഈശോയെ രുചിച്ചറിയാൻ കർത്താവ് എനിക്ക് നീട്ടിത്തരുന്ന സുവർണ്ണ അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അവസരത്തെ ഞാൻ സ്വീകരിക്കുമ്പോൾ എനിക്ക് മാത്രമല്ല നേട്ടം, എൻ്റെ കുടുംബത്തിനും ആ ദേശത്തുള്ളവർക്കും എൻ്റെ തലമുറയ്ക്കും ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾക്കും ഞാനുമായി കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കും അതോടൊപ്പം തന്നെ എല്ലാവർക്കും ദേശാന്തരങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം രുചിച്ചറിയുന്ന സ്നേഹം എനിക്ക് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് അല്പം ത്യാഗം ഞാനൊരു ഭാഗ്യവാൻ, ഞാനൊരു ഭാഗ്യവതി ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ത്യാഗം എന്ന് പറയുന്നത് എന്താണ്? പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈശോയെ ഒന്ന് സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുക.
വിശുദ്ധിയോടെ സ്വീകരിക്കണം. വിശുദ്ധമായ വിശുദ്ധിയോടെ ചെയ്യുന്നവരാണ് വിശുദ്ധരാകുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധനായവൻ്റെ മുമ്പിൽ പരിശുദ്ധിയോടെ നിൽക്കണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബലഹീനരായ എനിക്ക് എത്രമാത്രം വിശുദ്ധി വേണം? ഈ വിശുദ്ധി നൽകുന്ന നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കാരുണ്യം ഒന്ന് മാത്രം. അപ്പോൾ കർത്താവിൻ്റെ കാരുണ്യത്തിന് കൊണ്ട് നമ്മൾ ബലഹീനരായി നമ്മളിലേക്ക് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ഒരു അംശം എനിക്ക് പകർന്നു തരുന്നത് വരപ്രസാദത്തിലൂടെയാണ്, കൂദാശകളിലൂടെയാണ്, വചനം വായിക്കുന്നതിലൂടെയാണ്, ജീവകാരുണ്യ പ്രവൃത്തിയിലൂടെയാണ്. ഞാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴാണ്. ഇത് സ്വീകരിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കർത്താവ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ മക്കളും ദൈവത്തെ സ്നേഹിക്കുന്നവരും ഭാഗ്യമുള്ളവരുമാകാൻ അവസരം തന്നിരിക്കുകയാണ്. കാരണം ഉയർത്തി വിളിച്ചേ, ഈശോയെ എന്ന് വിളിക്കാമോ? പോരെ ശക്തിയോടെ വിളിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 6-ാം അധ്യായം 65-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം. സങ്കീർത്തനം 65:4 വചനം പറയുകയാണ്, അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുവാൻ അങ്ങ് തന്നെ കൊണ്ടുവരുന്നവർ ഭാഗ്യവാന്മാർ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മകൾ കൊണ്ട് സംതൃപ്തരാകും. ഉണ്ടോ? സങ്കീർത്തനം 65 എത്രയാണ്? 4. ഇത് മനഃപൂർവ്വം പഠിക്കണം. എന്താ വചനം? അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുവാൻ. ഏതാ കർത്താവിൻ്റെ അങ്കണം? എൻ്റെ ഹൃദയം, എൻ്റെ കുടുംബം. എൻ്റെ കുടുംബത്തിൽ ഈശോയെ എഴുതി തിരുഹൃദയത്തിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ നാഥൻ. നമുക്ക് വീടിനൊരു പേരുണ്ടെങ്കിലും എൻ്റെ കുടുംബത്തിൻ്റെ നാഥൻ ഈശോയാണ്. എൻ്റെ വീട് ഈശോ എൻ്റെ ഭവനത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ആ വീടും ചുറ്റുപാടും പരിസരവും ജീവിക്കുന്ന വ്യക്തികൾ, മാതാപിതാക്കൾ, മക്കൾ വിശുദ്ധരായിരിക്കണം, പാപം ഉപേക്ഷിക്കണം. അപ്പോൾ ഞാനായിരിക്കുന്ന അങ്കണം അത് വിശുദ്ധമാകണം. ഹല്ലേലൂയ. എൻ്റെ ഹൃദയം വിശുദ്ധമായിരിക്കണം, എൻ്റെ ദേവാലയം, അല്ലേ? ഇത് 3 നമുക്ക് വിശുദ്ധമാണ്. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുവാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നവൻ ഭാഗ്യവാൻ. ആരെയാണ് തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്? എൻ്റെ ഹൃദയത്തിനുള്ളിൽ ദൈവത്തിൽ വസിക്കുവാൻ, എൻ്റെ കുടുംബത്തിൽ ദൈവത്തോട് ചേർന്ന് വസിക്കുവാൻ, ദേവാലയത്തിൽ ദിവ്യസക്രാരിയിൽ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ ഒത്ത് വസിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ആരെയാ? എന്നെ, നമ്മളെ. ഇത് നമുക്കറിയത്തില്ല. നമുക്കൊരു നിസ്സാര പ്രശ്നം വരുമ്പോൾ തന്നെ നമ്മൾ പൊട്ടിത്തെറിക്കും, അസ്വസ്ഥരാകും. എന്നെയാണ് ഈശോ കൊണ്ടുവന്നിരിക്കുന്നത്. ആ മേഖല നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരുന്നത്. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുവാൻ, ഒന്ന് വായിക്കാമോ അതൊക്കെ? അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുവാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പം നമുക്ക് ഭാഗ്യമുണ്ടോ? ഞാൻ ഭാഗ്യവതിയാണോ? അയൽവക്കക്കാർ മാത്രമാണോ ഭാഗ്യവതി? 2 നില കെട്ടിടോ AC റൂമുള്ളവരാണോ ഭാഗ്യവതി? ജോലിയുള്ളവർ മാത്രമാണോ ഭാഗ്യവതി? ആ ജോലിയിലേക്ക് നോക്കണ്ട. ഒരു ചെറിയൊരു ഭവനം ഉണ്ടെങ്കിലും അത് മതി. തോബിത്തിൻ്റെ വർഷം 21 ഇത് മാറ്റരുത് കേട്ടോ. തോബിത്തിൻ്റെ വർഷം 21-ാം അധ്യായം 4-ാം അധ്യായം 21-ാം വചനം പറയുന്നുണ്ട്. അപ്പം തോബിയാസിനോട് മകനോട് പറയുന്നത് എന്തറിഞ്ഞോ? തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം വചനം പറയും, മകനേ, നമ്മൾ ദരിദ്രരായിരിക്കുന്നതിൽ നിനക്കാദി വേണ്ട. നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുകയും പാപം ചെയ്യാതിരിക്കുകയും ദൈവത്തെ പ്രീതിപ്പെടുത്തുകയും ചെയ്താൽ നമുക്ക് വലിയ സമ്പത്ത് കൈവരും. നമ്മൾ ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ് എന്ന 3 കാര്യം അപ്പൻ മകന് പറഞ്ഞു കൊടുത്തത്. നമ്മൾ ദരിദ്രരായി തീർന്നിരിക്കും. അതായത് ഒരു ചെറിയ മുറി, ഒരടുക്കള മതി. 10-18 പേരുണ്ട് ആ വീട്ടിൽ, ആയിക്കൂ. ചുറ്റുമുണ്ടല്ലോ സ്ഥലം, ഉള്ളിടത്ത് കിടക്ക്. മുറിയുടെ വലിപ്പമോ വീടിൻ്റെ വലിപ്പമോ ജീവിത സൗകര്യമോ ഒന്നുമല്ല ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്നത്. ഭാഗ്യവാനോ ഭാഗ്യവതിയാക്കുന്നത് ഹൃദയത്തിൻ്റെ വിശുദ്ധി, ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധി. കർത്താവിൻ്റെ അങ്കണത്തിൽ വസിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ ഒരു ആദിയും വേണ്ട. അതേസമയം ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കണം, ദൈവപ്രീതി നമുക്കുണ്ടായിരിക്കണം. നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? കൽപ്പന പാലിക്കണം. ഈ 3 വ്യവസ്ഥയോടെ പറയുന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ആ വചനം പറഞ്ഞേ, സങ്കീർത്തനം 65:4, ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മകൾ കൊണ്ട് സംതൃപ്ത. എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ത്രിത്വത്തിൻ്റെ നന്മ എന്താ? എൻ്റെ കുടുംബത്തിൽ വസിക്കുന്ന തിരുക്കുടുംബത്തിൻ്റെ ത്രിത്വത്തിൻ്റെ നന്മ എന്താ? എൻ്റെ ദേവാലയത്തിൽ, ഇടവപ്പള്ളിയിൽ, നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ ആ ഇടവപ്പള്ളിയിൽ വസിക്കുന്ന, ആ സക്രാരിയിൽ വസിക്കുന്ന ഈശോയുടെ നന്മ എന്താ? ഏറ്റവും വലിയ നന്മ ഈശോയാണ്. ഹല്ലേലൂയ. അതാണ് അവിടെ വചനം പറയുന്നത്, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന വിശുദ്ധ മന്ദിരത്തിൽ നന്മ കൊണ്ട് ഞാൻ സംതൃപ്തയാണ്. വിശുദ്ധ മന്ദിരം, ദേവാലയം, ആ വിശുദ്ധ സ്വർഗം, സ്വർഗീയ സിംഹാസനം, ആ വിശുദ്ധ മന്ദിരത്തിലെ നന്മ എന്ന് പറയുന്നത് ത്രിത്വൈക ദൈവമാണ്. ഹല്ലേലൂയ.
പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് എത്ര ബിസിയുള്ളവരും തിരക്ക് പിടിച്ചവരാണേലും അനുദിനം 5 മിനിറ്റ് പിതാവായ ദൈവത്തോടൊത്ത് സംസാരിക്കണം. അപ്പൻ്റെ സ്നേഹം പറയും, പുത്രൻ്റെ അടുത്തിരിക്കണം. പുത്രൻ പറയും, ഞാൻ കാലിത്തൊഴുത്തിൽ പിറന്ന്, അതായത് കാൽവരി വരെ ജീവിച്ച ജീവചരിത്രം പുത്രൻ നമ്മളോട് പറയും. ഞാൻ നിന്നെ സ്നേഹിക്കാൻ, നിൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ, നിന്നെ പാപത്തിൻ്റെ കടങ്ങളിൽ നിന്ന് മോചിക്കാൻ, നിന്നെ എല്ലാ തരത്തിലുള്ള നരകത്തിൽ വീഴാതെ നീ സ്വർഗത്തിൽ എത്തിച്ചേരാൻ നിൻ്റെ ആത്മാവിന് വില നൽകിയത് ഞാൻ കാലിത്തൊഴുത്തിൽ പിറന്ന് 20 എത്ര വർഷമാണ് രഹസ്യ ജീവിതം, 30 വർഷത്തെ രഹസ്യ ജീവിതം, പിന്നെ പരസ്യ ജീവിതം, പീഡാനുഭവം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, 2ാം വരവ്. ഇതെല്ലാം ഞാൻ ഏറ്റെടുത്തത് എൻ്റെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ നിനക്ക് അനുഭവിക്കാൻ തരാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ വിശുദ്ധ മന്ദിരത്തിലെ നന്മ എനിക്ക് കിട്ടുന്നത്. ഈ വിശുദ്ധ മന്ദിരത്തിലെ നന്മ ഏറ്റവും അധികം വിശുദ്ധ ഈശോ തന്നെയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഈശോയെ നമ്മൾ സ്വീകരിക്കാൻ ഹൃദയത്തിൽ ലാളിത്യം വേണം, ഹൃദയത്തിൽ എളിമ വേണം, ഹൃദയത്തിൽ വിധേയത്വം വേണം, ഹൃദയത്തിൽ അനുസരണം വേണം, ഹൃദയത്തിൽ അതിക്രമം ഉണ്ടാകരുത്, ഹൃദയത്തിൽ പാപമുണ്ടാകരുത്, ഹൃദയത്തിൽ മൂലപാപങ്ങൾ ഉണ്ടാകരുത്. അതായത് 1 നീളത്തിന് എളിമ, 2 ദ്രവ്യാഗ്രഹത്തിന് ഔദാര്യം, 3 മോഹം, മോഹത്തിന് അടക്കം, 4 കോപം, കോപത്തിന് ക്ഷമ, 5 കൊതിക്ക് മതം, 6 അസൂയക്ക് ഉപവി, 7 മടിക്ക് ഉത്സാഹം. 7 മൂലഭാവവും 7 മൂലഭാവത്തിന് നേരെ നമ്മൾ സമ്പാദിക്കേണ്ട പുണ്യമാണ് അവിടെ പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 7 മൂലഭാവവും നമ്മുടെ ഹൃദയത്തിൽ നീക്കം ചെയ്യുമ്പോൾ തന്നെ ത്രിത്വത്തിന് അവിടെ ഒരു അധിവാസ സ്ഥലമായി. ഹല്ലേലൂയ. ത്രിത്വത്തെ ഹൃദയത്തിൽ നമ്മൾ ജീവിക്കാൻ അനുവദിക്കുമ്പോഴാണ് ദൈവസ്നേഹം നിറയുന്നത്. അതാണ് വിശുദ്ധ മന്ദിരത്തിലെ നന്മ. അപ്പോൾ ഓരോ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ദാഹിച്ച് ഒരുക്കത്തോടെ പോകണം. വിശുദ്ധ മന്ദിരത്തിലെ നന്മ സ്വീകരിക്കാൻ ഞാൻ പോവുകയാണ്. അതായത് ഞാൻ ഈശോയെ സ്വീകരിക്കാൻ പോവുകയാണ്. ഈശോയെ സ്വീകരിക്കുമ്പോൾ എനിക്ക് സ്വർഗത്തിലൊരു സ്ഥാനം തരികയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ അടുത്ത നാളിൽ ഒരു വീട്ടിലെ ഒരു പ്രായം ചെന്ന് അമ്മച്ചി മരിക്കാൻ കിടക്കുക. അപ്പം മരിക്കാൻ കിടന്ന സമയത്ത് മൂത്ത മകൻ വന്ന് പറഞ്ഞു, സിസ്റ്റർമാരെ ഒന്ന് വരാവോ, നമ്മുടെ അമ്മച്ചി മരിക്കാൻ കിടക്കുക, ഒന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് 2 സിസ്റ്റേഴ്സ് ഓടിച്ചെന്നപ്പോൾ ഈ അമ്മച്ചി ഇങ്ങനെ കാലെടുത്ത് ഇങ്ങനെ വലിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി മരിക്കുന്ന അന്ത്യശ്വാസം വിടാനുള്ള ഇതാണ്. അപ്പം മക്കൾ പറഞ്ഞു, ഇതേ സിസ്റ്റർമാർ വന്നിട്ടുണ്ടെന്ന്. അപ്പം വേഗം അമ്മച്ചി ഇങ്ങനെ കൈ കാണിച്ചു. അപ്പം ഞാൻ അടുത്തേക്ക് ചെന്നു, ഞാൻ 2 പേരും ചെന്നു. അടുത്തേക്ക് ചോദിച്ചു, അമ്മച്ചി എന്താ അമ്മച്ചിക്ക് കാലൊക്കെ ഇങ്ങനെ എടുത്ത് വലിക്കുന്ന എന്നാ വിഷമം? അപ്പോൾ ഉടനെ അമ്മച്ചി പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞോ, എൻ്റെ മക്കളുടെ മക്കളോടും ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ. മക്കളും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. അയ്യോ, പിന്നെ ചോദിച്ചു, അമ്മച്ചി മരിക്കാൻ കിടക്കുമ്പോൾ മക്കളും അല്ലേ അടുത്ത് നിൽക്കേണ്ടത്, പിന്നെ എന്താ പുറത്തോട്ട് ഇറങ്ങാൻ പറയുന്നത്? വീണ്ടും പറഞ്ഞു. അപ്പം എന്താ അമ്മച്ചി അങ്ങനെ പറയാൻ കാരണം? സിസ്റ്ററെ അറിയാമോ, എനിക്ക് ഓർമ്മ വെച്ച അന്ന് മുതൽ ഇന്ന് വരെ, ഇന്ന് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ എൻ്റെ ഒരു നിയോഗമായിരുന്നു ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാൻ വിശുദ്ധ കുർബാനയിൽ നിയോഗം വെച്ച് ഒത്തിരിയേറെ വ്യക്തികൾ ആത്മാക്കൾ സ്വർഗത്തിൽ പോയിട്ടുണ്ട്. എൻ്റെ ജപമാലയിൽ ഞാൻ ചെയ്ത ത്യാഗപ്രവൃത്തിയിൽ, ഉപവാസത്തിൽ, ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എല്ലാം നിയോഗം വെച്ച് ആത്മാക്കളുടെ രക്ഷയായിരുന്നു. ഇപ്പോൾ ഞാൻ മരിക്കാൻ ഒരുങ്ങി ഞാൻ ഇവിടെ കിടക്കുമ്പോൾ ഇതാ സ്വർഗം വിട്ട്, ഇങ്ങനെ കാണിക്കുന്ന സ്വർഗം വിട്ട് ഞാൻ രക്ഷിച്ച ആത്മാക്കൾ സ്വർഗത്തിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി വരികയാണ്. അവർ മുത്തുക്കുടയും പിടിച്ചാണ് വരുന്നത്. ഞാനിതാ സ്റ്റെപ്പ് എടുത്ത് കാലെടുത്ത് ഉയർത്തി എന്താണെന്ന് ചോദിച്ചു, ഞാൻ മുത്തുക്കുടം പിടിച്ച് സ്വർഗത്തിൻ്റെ പടി കയറിയ അവരിങ്ങനെ ഇറങ്ങി വരുമ്പോൾ വീട്ടിൽ നിൽക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് പാപത്തിൻ്റെ അടിമത്തത്തിൽ ഈ ലോകത്തിൻ്റെ ചിന്താഗതിയിലും കഴിയുന്ന എൻ്റെ മക്കളല്ല അടുത്ത് നിൽക്കേണ്ടത്. ഞാൻ രക്ഷിച്ച ആത്മാക്കൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്, അവർക്ക് സ്ഥലം കൊടുക്കുക. എന്നാ പറയുന്നു? ഇതാണ് വിശുദ്ധ മന്ദിരത്തിലെ നന്മ സ്വീകരിച്ചാൽ. ഇതാണ് ഭാഗ്യവാൻ, ഭാഗ്യവതി. നമുക്ക് സാഹചര്യമില്ലേ, അവസരമില്ലേ, വാഹനമില്ലേ, വണ്ടിയില്ലേ, പോകാൻ എല്ലാ ജീവിത സൗകര്യങ്ങളും ഉണ്ടല്ലോ, ആരോഗ്യമുണ്ടല്ലോ, എന്തുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം? നിങ്ങൾ സ്വീകരിക്കുന്നവർ, എവിടെ ഇരിക്കുന്ന എല്ലാവരും പള്ളിയിൽ പോകുന്നവരെ എനിക്കറിയാം. നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അനേകം വിശുദ്ധർ സ്വർഗത്തിലുണ്ടാകണം. ഞാൻ വഴി രക്ഷപ്പെട്ട അനേക ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് കയറണം. അപ്പോൾ ഈ മാസം നമ്മൾ തീരുമാനമെടുക്കണം. നമ്മൾ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ, പങ്കെടുക്കപ്പെടുന്ന ബലിയിൽ വിശുദ്ധ മന്ദിരത്തിലെ നന്മകൾ സ്വീകരിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലം കാലിയാകണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് ജപമാല ചെല്ലുമ്പോൾ, കരുണക്കൊന്ത ചെല്ലുമ്പോൾ ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർ വിശുദ്ധ മന്ദിരത്തിൽ നന്മകൾ കൊണ്ട് സമ്പന്നരാകും. ഹല്ലേലൂയ. വചനം വായിക്കുമ്പോൾ നമ്മൾ അനേകർക്ക് വേണ്ടി ഉപകാരം ചെയ്ത് വായിച്ച്
അതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ഈ ഒരു അഭിഷേകമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. ആ കർത്താവ് ആ മേഖലയിലേക്ക് നമ്മളെ നയിക്കും. വീണ്ടും നമുക്ക് കാണാം, ഒരു വചനോടെ കേട്ടിട്ട് നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി പോകാം. സങ്കീർത്തനം 89:15. സങ്കീർത്തനം 89:15 കിട്ടിയോ? ഉത്സവഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നവൻ ഭാഗ്യവാന്മാർ. വീണ്ടും, കർത്താവെ, അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു. അതുകൊണ്ട് ഉത്സവഘോഷത്താൽ കർത്താവിനെ സ്തുതിക്കണം. അപ്പോൾ സ്തുതി മോശമാണോ? ഉത്സവത്തിന് സ്തുതിക്കുന്ന പോലെ ചെണ്ട, കൊട്ട, വാദ്യമേളങ്ങളെല്ലാം ഇല്ലേ? ഇതുപോലെ എല്ലാം നമ്മുടെ കൈ, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, ചിന്ത എല്ലാം ഉത്സവത്തിന് കൊട്ടുന്ന പോലെ കൊട്ടിയും കൈയും കാലും അവയും ശരീരം മനസ്സും ഒക്കെ നമ്മൾ ആഘോഷമാക്കി മുഴു ശക്തിയോടെ മുഴു ആരോഗ്യത്തോടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. കരങ്ങൾ കൊട്ടിയും അതരം തുറന്നും പാടിയും ഉത്സവമായിരിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ സന്ധ്യാപ്രാർത്ഥന എൻ്റെ കുടുംബത്തിൽ ഉത്സവത്തിൻ്റെ ആഘോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉത്സവത്തിൻ്റെ ആഘോഷത്തോടെ നല്ല ചുണയോടെ ആരോഗ്യത്തോടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അവർ ഭാഗ്യവാന്മാർ. അവർക്ക് ദൈവം കൊടുക്കുന്ന കൃപ എന്താണ്? മുമ്പേ നമ്മൾ കണ്ടു, കർത്താവിൻ്റെ മുമ്പേ നമ്മൾ കണ്ടത് എന്താണ്? ദൈവം നമുക്ക് അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ, അത് ഈശോ തന്നെയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഈശോയുടെ മുഖത്തിൻ്റെ മുഖപ്രകാശം എനിക്ക് ലഭിക്കും. ഇങ്ങനെ ഉത്സവഘോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈശോയുടെ മുഖത്തിൻ്റെ മുഖപ്രസാദം, ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ അവൻ ഭാഗ്യവാനും ഭാഗ്യവതിയുമാവും. പാപങ്ങൾ ഉപേക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ, അതിക്രമങ്ങൾക്ക് മാപ്പ് ലഭിക്കുന്നവൻ ഭാഗ്യവാൻ, അതുപോലെ തന്നെ ദൈവത്തെ സ്തുതിക്കുന്നവൻ ഭാഗ്യവാൻ. ഈശോയുടെ വിശുദ്ധ മന്ദിരത്തിലെ നന്മകൾ സ്വീകരിക്കുന്നവൻ ഭാഗ്യവാൻ. ഇവിടെ പറയുന്നുണ്ട് ഈശോയുടെ മുഖത്തിലെ ആ മുഖപ്രസാദം. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെങ്ങനെ ഈശോയുടെ മുഖം ധ്യാനിക്കണം. ഒരു ദൈവമകൻ ജീവിച്ചിരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ഈശോയുടെ മുഖം. കാലിത്തൊഴുത്തിലേക്ക് തുടങ്ങണം, കാലിത്തൊഴുത്തിലേക്ക് നമ്മൾ പോകണം. ഇപ്പോൾ ഈ നവംബർ കഴിഞ്ഞ് അടുത്ത മാസം ഡിസംബർ മാസമാണ് അല്ല, എല്ലാവരും ഡിസംബർ 25 പുൽക്കൂട്ടി ചെല്ലും. അതിനു മുമ്പ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കാലിത്തൊഴുത്തിലെ ഈശോയുടെ മുഖം ധ്യാനിക്കണം. പൂജരാക്കന്മാർ മരുന്നു. ആദ്യം തന്നെ പരിശുദ്ധ അമ്മ യോസേപ്പ് പിതാവ്, അവിടെ തിരുക്കുടുംബത്തിന് മുഖം ധ്യാനിക്കുക. മാതാവ് യോസേപ്പ് പിതാവ് ഈശോയുടെ മുഖം ധ്യാനിക്കുന്നത്. നാട്ടിലേന്മാർ വരും, ദൈവത്തെ ആരാധിക്കുന്നു, ഈശോയുടെ മുഖത്തേക്കാണ് നോക്കുന്നത് അല്ലേ? നമ്മൾ ചെന്നാൽ ഈശോയുടെ മുഖത്തിൽ നോക്കുന്നത്. ഈ മുഖം നമ്മുടെ മനസ്സിൽ വേണം. പുൽക്കോട് തുടങ്ങി കാൽവരി വരെയുള്ള ഈശോയുടെ മുഖം ധ്യാനിക്കുന്നവനാണ് ക്രിസ്ത്യാനി. ആ മുഖപ്രസാദമാണ് ഒരു ദൈവമകൻ്റെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. മറ്റു ഈ ലോകത്തിലുള്ളതെ വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, കോപ സ്വഭാവം, അരിശം, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, അതല്ല, നെഗറ്റീവ് ചിന്തകളല്ല ഒരു ക്രിസ്ത്യാനിയുടെ മനസ്സിലുണ്ടാകേണ്ടത്, മുഖത്തുണ്ടാകേണ്ടത്. എന്നെ സ്നേഹിക്കുന്നത്, എനിക്ക് വേണ്ടി ഈ കാലിത്തൊഴുത്ത് വരെ ഇറങ്ങിത്തിരിക്കാൻ എളിമ വിധേയത്വം കണ്ടെത്തിയ ഈശോയുടെ മുഖം എൻ്റെ മുഖത്തുണ്ടായിരിക്കണം. എൻ്റെ മനസ്സിൽ വേണം, എൻ്റെ ചിന്തയിൽ വേണം, എൻ്റെ ജീവിത ശൈലിയിൽ വേണം, എൻ്റെ വാക്കുകളിൽ വേണം, എൻ്റെ പെരുമാറ്റത്തിൽ വേണം, എൻ്റെ കുടുംബത്തിൽ വേണം. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴും വേണം, ഇരിക്കുമ്പോഴും നടക്കുമ്പോഴെല്ലാം ഈ പുൽക്കൂട്ടിലെ ഈശോയുടെ മുഖം. 30 വർഷം ഈശോയുടെ ബാല്യകാല ജീവിതത്തിൻ്റെ ആ മുഖം എൻ്റെ ജീവിതത്തിൽ വേണം. 12-ാം വയസ്സ് ദേവാലയത്തിൽ കണ്ടെത്തി ഈശോയുടെ മുഖം അല്ലേ? 3 ദിവസം അന്വേഷിച്ച് കണ്ടെത്തിയില്ല. അതുപോലെ തന്നെ വേദശാസ്ത്രവുമായി തർക്കിച്ചുകൊണ്ടിരുന്ന ഈശോയുടെ മുഖം. ആ 30 ഇന്ന് ഒരു ബാലനെ, ഒരു ബാലികയെ വീട്ടിൽ പിടിച്ചു നിർത്താൻ എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കൗമാരപ്രായക്കാരനെ നേരെ ചൊവ്വേ കൊണ്ടുവരാൻ എന്തൊരു പ്രയാസമാണ്. അപ്പോൾ 30 വയസ്സുള്ള ഒരു യുവാവ്, ഈ യുവാവ് പരിശുദ്ധ അമ്മയ്ക്ക് യോസേപ്പിതാവിന് വിധേയപ്പെട്ട് ജീവിച്ചെങ്കിൽ, അനുസരണത്തോടെ വിധേയത്വത്തോടെ ഒരു ദൈവം ജീവിച്ചെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 30 വർഷത്തെ മുഖം ഒന്ന് ധ്യാനിച്ച്. ഈ മുഖം ധ്യാനിക്കാൻ മാതാപിതാക്കൾ മക്കളെ പഠിപ്പിച്ച് നമ്മളും ധ്യാനിച്ചാൽ കുടുംബത്തിൽ അനർത്ഥം വരത്തില്ല, അസ്വസ്ഥതകൾ വരത്തില്ല, മക്കൾ അനുസരണമുള്ളവരായിട്ട് മാറും. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിൻ്റെ മുഖമേ, മാധ്യമങ്ങളുടെ മുഖമേ നമ്മുടെ കണ്ണുകളിലുള്ളൂ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലുള്ളൂ. ഈശോയുടെ മുഖം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയ ഒരു യാഥാർത്ഥ്യത്തിൽ അവസ്ഥയിലാണ് ഇന്നത്തെ ദൈവമക്കൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം മാറ്റി ഈ ലോകത്തിൻ്റെതായ, ലോക വസ്തുക്കളുടേതായ ആ മുഖവും ആകർഷണവും ഒക്കെ വിട്ടുമാറിയിട്ട് ഈശോയുടെ മുഖം ധ്യാനിക്കാൻ നമ്മൾ തീരുമാനമെടുത്താൽ നമ്മുടെ ജീവിതം വിജയിക്കും. എന്നിട്ട് പീഡ സഹിക്കുന്ന ഈശോയുടെ മുഖം, കാൽവരി കിടക്കുന്ന ഈശോയുടെ മുഖം അല്ലേ, കുരിശ് ചുമന്നുകൊണ്ട് പോയ ഈശോയുടെ മുഖം, കുരിശിൽ കിടക്കുന്ന ഈശോയുടെ മുഖം, ഈശോയെ സംസ്കരിക്കുന്ന ഈശോയുടെ, അതിനുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടക്കുന്ന ഈശോയുടെ മുഖം, ഉത്ഥാനം ചെയ്ത ഈശോയുടെ മുഖം. എത്ര പറഞ്ഞാലും ധ്യാനിച്ചാലും മതി വരാത്ത ഒരു മുഖമാണ് ഈശോയുടെ മുഖം. ഈ മുഖം ധ്യാനിക്കുന്നവനാണ്
യഥാർത്ഥത്തിൽ ആര് ഭാഗ്യവാൻ. ചാടി എഴുന്നേക്ക്. ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക. ആദരം തുറന്ന് ഉച്ചത്തിൽ വിളിക്കുക, ഈശോയെ, ഞാനൊരു ഭാഗ്യവാനാണ്, ഞാനൊരു ഭാഗ്യവതിയാണ്. വിശുദ്ധ മന്ദിരത്തിലെ നന്മകൾ കൊണ്ട് ജീവിക്കാൻ ഈശോ എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുപോലെ ഒപ്പം തന്നെ ഈശോയുടെ മുഖം ധ്യാനിക്കുവാൻ, പാപോപേക്ഷിച്ച് വിശുദ്ധി ജീവിക്കാൻ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കരമുയർത്തി വിളിച്ച് ഈശോയെ എന്ന് വിളിക്കട്ടെ. പോരെ ശക്തിയോടെ അഭിഷേകത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ചേ, കർത്താവേ എന്നെ തൊടണമേ, എൻ്റെ കുടുംബത്തെ തൊടണമേ, എൻ്റെ ജീവിതത്തെ തുടങ്ങണമേ. ഞാൻ രോഗിയാണ് ഈശോയെ, ഞാൻ പാപിയാണ് ഈശോയെ, അസ്വസ്ഥതകളുണ്ട് ഈശോയെ. എൻ്റെ കർത്താവേ, എന്നെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിലേക്ക് ഈശോയെ കടന്നു വരണമേ. എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, പ്രായം ചെന്നവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ തടസ്സങ്ങളിലേക്ക് ഈശോ കടന്നു വരണമേ, രോഗാവസ്ഥയിലേക്ക് ഈശോ കടന്നു വരണമേ. ഈശോ രക്ഷയുമായി എന്നെ കടന്നു വന്ന് അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞാൻ ഈ ലോകത്ത് എന്നും ഒരു ഭാഗ്യവതിയാണ്. ഈ ഭാഗ്യമാണ് മരണശേഷം എനിക്ക് ലഭിക്കേണ്ടത്. ഇവിടെ വെച്ച് തന്നെ സ്വർഗ്ഗം അനുഭവിച്ച് ജീവിക്കാനുള്ള എല്ലാ കൃപയും എനിക്ക് നൽകണമേ. ഈശോയെ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. വലിയ അഭിഷേകം ലഭിക്കട്ടെ, ശക്തി ലഭിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, ആത്മീയ ഉണർവ് ലഭിക്കട്ടെ. കർത്താവേ, എന്നിലുള്ള ശാരീരികമായ എല്ലാ രോഗമേഖലകൾ ഏറ്റെടുത്ത്, നടുസംബന്ധമായ രോഗമേഖലകൾ ഏറ്റെടുത്ത് എനിക്ക് സൗഖ്യവും വിടുതലും നൽകണമേ. കർത്താവിൻ്റെ കൃപ നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഇരു കരങ്ങളും ശിരസിലേക്ക് വെക്കാം. വെക്കട്ടെ. ശിരസ് സംബന്ധമായ എല്ലാ രോഗമേഖലകളിലേക്ക് ഈശോയുടെ അമൂല്യമായ തിരുരക്തം ഒഴുകട്ടെ. എൻ്റെ ശിരസ് സംബന്ധമായ എല്ലാ രോഗമേഖലയിലേക്ക് ഈശോയുടെ തിരുരക്തം ഒഴുകുന്നു. ഈശോയെ, ട്യൂമർ രോഗങ്ങൾ, തലകറക്കം, അസിഡിറ്റി, അസ്വസ്ഥതകൾ, കർത്താവെ, ഓർമ്മക്കുറവ്, എനിക്ക് അറിയാവുന്ന അറിഞ്ഞുകൂടാത്തതുമായ ഒത്തിരിയേറെ രോഗങ്ങളാൽ കർത്താവെ എൻ്റെ ശിരസ് ബാധിച്ചിരിക്കുന്നു. ആ ശിരസിനെ നീ ഏറ്റെടുക്കണമേ, തിരുരക്തത്താൽ കഴുകണമേ. പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. അതിശക്തമായ വേദനകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ശിരസിലുള്ള എല്ലാ നാഡി ഞരമ്പുകളിലേക്കും ഈശോയെ, ട്യൂമർ രോഗങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കും ഈശോയുടെ തിരുരക്തം ഒഴുക്കി എൻ്റെ ശിരസിനെ അവിടുന്ന് പൂർണ്ണ ആരോഗ്യമുള്ള ശിരസാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ നിമിഷം എൻ്റെ കാതുകളെ സമർപ്പിക്കുകയാണ്. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് പലതും ഞാൻ കേട്ടു. എൻ്റെ കാതുകളിലേക്ക് ഈശോയുടെ തിരുരക്തം ഒഴുക്കണം. ഈശോ, കാതിൻ്റെ ചെവിയുടെ കേൾവിക്കുറവ് സമർപ്പിക്കുന്നു, ചെവി പൊട്ടിയൊലിക്കുന്ന അവസ്ഥ സമർപ്പിക്കുന്നു, ചെവിയുടെ മാംസപേശികൾ, അസ്ഥികൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചെവിയുടെ എല്ലാ കുറവുകളിലേക്കും ഈശോയുടെ തിരുരക്തം ഒഴുക്കണമേ. എൻ്റെ കണ്ണുകളെ സമർപ്പിക്കുന്നു ഈശോയെ, കണ്ണുകളിലുള്ള കാഴ്ചക്കുറവ് സമർപ്പിക്കുന്നു ഈശോയെ. കണ്ണുകളിലേക്ക് ഈശോയുടെ തിരുരക്തം ഒഴുകട്ടെ. കർത്താവ്, റെക്റ്റിനെ സമർപ്പിക്കുന്നു, കാറ്ററാക്ട് രോഗങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ്, ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഇവിടെ പറഞ്ഞതോ പറയാത്തതുമായ എൻ്റെ കണ്ണിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം എനിക്ക് വലിയ സൗഖ്യവും വിടുതലും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എൻ്റെ അധരത്തെ സമർപ്പിക്കുന്നു, നാവിലുള്ള അൾസർ രോഗങ്ങൾ സമർപ്പിക്കുന്നു, നാവിന് രുചിയില്ലാത്ത അവസ്ഥ സമർപ്പിക്കുന്നു. ഏത് ഭക്ഷണം കഴിച്ചാലും ഈശോയെ അതിന് രുചി അറിയാൻ പറ്റുന്നില്ല. ആ മേഖലകളെ സമർപ്പിക്കട്ടെ, മുഖത്തെ സമർപ്പിക്കട്ടെ. മുഖത്തിലുള്ള എല്ലാ രോഗമേഖലയിലേക്കും ഈശോയുടെ തിരുരക്തം ഒഴുകട്ടെ. ഹല്ലേലൂയ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കട്ടെ. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെക്കുക. നമ്മുടെ തൊണ്ടയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, ഗോയിറ്റർ രോഗങ്ങൾ, ട്രാൻസ്ലേറ്റ്സ് രോഗങ്ങൾ, ശബ്ദമെടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഈശോയെ ഏറ്റെടുക്കണമേ, സൗഖ്യം നൽകണമേ. തിരുരക്തത്താൽ കഴുകണമേ, വചനത്താൽ കഴുകണമേ, വിശുദ്ധ കുരിശിനാൽ കഴുകണമേ. ഈശോയെ, പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, വാൽവ് അടഞ്ഞിരിക്കുന്ന അവസ്ഥ, ഈശോയെ, ഹൃദയ ധമനിയിലേക്കുള്ള രക്തം ഒഴുകാത്തത് മൂലമുള്ള അസ്വസ്ഥതകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ലിവർ സീറോസിസ് സമർപ്പിക്കാം, ലിവറിനെ സമർപ്പിക്കാം, ശ്വാസകോശങ്ങളെ സമർപ്പിക്കാം, ട്യൂമർ രോഗങ്ങൾ സമർപ്പിക്കാം. ഈശോയെ, കിഡ്നിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, കിഡ്നി സ്റ്റോൺ സമർപ്പിക്കാം. ആന്തരിക അവയവങ്ങളെ സമർപ്പിക്കട്ടെ, ജനനേന്ദ്രിയങ്ങളെ സമർപ്പിക്കട്ടെ, കൈകാലുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. വാതരോഗങ്ങൾ, ഇവിടെ പറഞ്ഞതും പറയാത്തതുമായി ഒത്തിരിയേറെ രോഗങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തിയാണ് ഈശോയെ ഞാൻ. കർത്താവേ, ക്ഷീണം, അസ്വസ്ഥതകൾ, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, അതിശക്തമായ ശാരീരിക വേദനകൾ, വാതരോഗങ്ങൾ, സുഷുമ്നാ നാഡിയിലുള്ള അസ്വസ്ഥതകൾ, നടുവ് വേദനകൾ, ശക്തമായ നടുവ് വേദന, അസ്ഥിക്ക് വേദന സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കൊളസ്ട്രോൾ രോഗങ്ങൾ, ശക്തമായ പ്രഷർ രോഗം എല്ലാം സമർപ്പിക്കാം. കർത്താവെ, ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ശിരസ് മുതൽ ഉള്ളങ്കാല് വരെയുള്ള എല്ലാ രോഗങ്ങളിലേക്കും ഈശോയുടെ ശക്തി ഒഴുകട്ടെ.
അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാ രോഗികളും സൗഖ്യം പ്രാപിച്ചു. ലൂക്ക 6:19. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാ രോഗികളും സൗഖ്യം പ്രാപിച്ചു. ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ ശക്തി, ഈശോയുടെ ശക്തി, സൗഖ്യത്തിൻ്റെ ശക്തി, രക്ഷയുടെ ശക്തി, വിശ്വാസത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഒഴുകട്ടെ, തിരുരക്തത്താൽ കഴുകട്ടെ. കരമുയർത്തി ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ എന്ന് വിളിക്കുക. പോരാ, ശക്തിയോടെ വിളിക്കട്ടെ. അനേക മക്കൾക്ക് വിടുതൽ സൗഖ്യം നൽകുന്ന സമയമാണിത്. സ്വരമുയർത്തി വിളിക്കുന്നു. തിരുരക്തത്താൽ കഴുകട്ടെ, തിരുരക്തത്താൽ കഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. എല്ലാവരും ചേർന്ന് പാടുന്നു. ഈശോയേ ശക്തിയോടെ ശബ്ദമുയർത്തി. നടുവേദനയിൽ നിന്ന് സൗഖ്യം, ശിരസ് സംബന്ധമായ രോഗപീഠകളിൽ നിന്ന് സൗഖ്യം, കണ്ണുകളുടെ കാഴ്ചക്കുറവ് ഏറ്റെടുക്കുന്നു, ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് വിടുതൽ നൽകുന്നു, ശാരീരിക രോഗമേഖലയിൽ നിന്ന് വിടുതൽ നൽകുന്നു, അലർജി രോഗങ്ങൾ സൗഖ്യമാക്കപ്പെടുന്നു, വചനം വായിക്കാനുള്ള തടസ്സങ്ങൾ മാറുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ അസിഡിറ്റി എല്ലാം ഏറ്റെടുക്കുന്നു, അൾസർ രോഗികളെ സുഖപ്പെടുത്തുന്നു. ഈ നിമിഷം നമ്മുടെ കുടുംബത്തിൽ രോഗികളായിരിക്കുന്നവരെ നമുക്ക് സമർപ്പിക്കാം. ഞാനിങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അനേകർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ഒരു പുരോഗതിയില്ല, തടസ്സങ്ങൾ മാത്രം. മക്കൾക്ക് ജോലി തടസ്സം, വിവാഹ തടസ്സം, ഇൻ്റർവ്യൂവിലുള്ള തടസ്സങ്ങൾ, ഭവനം പണിയാൻ തടസ്സം, സ്ഥലം വാങ്ങിക്കാൻ തടസ്സം, സ്ഥലം വിൽക്കാൻ തടസ്സം, ഒന്നിന് പുറകെ പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്ന വ്യക്തികളാണ് ഞങ്ങൾ. ഈ മേഖലയിലെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയണം. കരമുയർത്തി വിളിക്കാമോ? ഒരിക്കൽ കൂടി വിളിച്ചേ. വീട്ടിൽ ഈശോയുടെ തിരുരക്തം ഒഴുകണം, ഭവനത്തിൽ ഈശോയുടെ വിരക്തം ഒഴുകണം, വ്യക്തികളുടെ ജീവിതത്തിൽ ഇരുരക്തം ഒഴുകണം. എല്ലാ തടസ്സ ശക്തികളിലേക്കും ഈശോയുടെ തിരുരക്തം ഒഴുകട്ടെ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ, പുതിയ കൃപകൾ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, ഓരോ മകനെയും മകളെ അവിടെ ഏറ്റെടുക്കണമേ. മക്കളുടെ ജോലി മേഖല തടസ്സങ്ങൾ ഏറ്റെടുക്കണമേ. ആത്മീയ ഉണർവ് ശക്തി നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി. നല്ലപോലെ കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ കയ്യടി മതിയോ? ഈ അഭിഷേകം മതിയോ? ഭാഗ്യവാനും ഭാഗ്യവതിക്കും ഈ അഭിഷേകം മതിയോ? നല്ല ശക്തിയുടെ കരമടിച്ച് വലത് കരമുയർത്തി 2 പ്രാവശ്യം ഹല്ലേലൂയ പറയാമോ? ഉച്ചസ്വരത്തിൽ. നമ്മൾ എത്രയും പെട്ടെന്ന് ദേവാലയത്തിലേക്ക് പോവുക. അല്പസമയം നമ്മൾ ആരാധന, അതിനുശേഷം വിശുദ്ധ കുർബാന.